The difference between temptation and sin, because many people condemn themselves because they don't know the difference. പ്രലോഭനവും പാപവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ താല്പര്യപ്പെടുന്നു. കാരണം പല ആളുകളും ഈ വ്യത്യാസം തിരിച്ചറിയാത്തത് കൊണ്ട് അവർ ആവശ്യമില്ലാതെ തങ്ങളെ തന്നെ കുറ്റം വിധിക്കുന്ന പ്രവണതയുണ്ട്. Jesus was tempted, but he did not sin. യേശു ക്രിസ്തു പരീക്ഷിക്കപ്പെട്ടു, എന്നാൽ പാപം ചെയ്തില്ല. How was Jesus tempted? എങ്ങനെയായിരുന്നു യേശു ക്രിസ്തു പരീക്ഷിക്കപ്പെട്ടത്? We read that the devil said to him, turn with me to Matthew 4 and you see what happened. മത്തായി 4-ാം അധ്യായത്തിലേക്ക് നിങ്ങൾ തിരിക്കുക. അവിടെ എന്താണ് സംഭവിച്ചത് എന്ന് നോക്കുക. He was led by the Spirit into the wilderness. പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശു മരുഭൂമിയിലേക്ക് നടത്തപ്പെട്ടു. So his temptation was in the wilderness. മരുഭൂമിയിലായിരുന്നു പരീക്ഷ ഉണ്ടായത്. All the three temptations. 3 പരീക്ഷകളും. And the devil said to him, if you are the Son of God, turn these stones into bread. നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ലിനോട് അപ്പമാകുവാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞു. Now the devil is a spirit. He doesn't have a body. പിശാച് ആത്മാവാണ്. പിശാചിന് ഒരു ശരീരമില്ല. So how did he doesn't have a mouth or a tongue or any such thing. പിശാചിന് നാവോ അല്ലെങ്കിൽ വായോ ഇല്ല. How did he speak to Jesus? എങ്ങനെയാണ് അവൻ യേശുവിനോട് സംസാരിച്ചത്? He put a thought into his mind. That's how he tempts us also. നമ്മയും അവൻ പരീക്ഷിക്കുന്നത് ഇങ്ങനെയാണ്. നമ്മുടെ മനസ്സിലേക്ക് ഒരു ചിന്തയെ അവൻ ഇടുന്നു. Why don't you go and do this? നീ എന്തുകൊണ്ട് പോയി ഇത് ചെയ്യുന്നില്ല? That is a thought. അതൊരു ചിന്തയാണ്. That is how the devil put a thought into Jesus' mind. യേശു ക്രിസ്തുവിന്റെ മനസ്സിലേക്ക് ഒരു ചിന്തയെ പിശാച് ഇങ്ങനെയാണ് കൊണ്ടുവന്നത്. Why don't you hungry now? Why don't you turn the stones into bread? നിനക്കിപ്പോൾ വിശക്കുന്നല്ലോ, നീ എന്തുകൊണ്ട് ഈ കല്ലിനോട് അപ്പമായി തീരുവാൻ കൽപ്പിച്ചുകൂടാ? He said no. വേണ്ട എന്നവൻ പറഞ്ഞു. Then the devil took him, verse 5, to the holy city and had him stand on the pinnacle of the temple. And said, verse 5 and 6, if you cast yourself down, God will protect you. പിന്നെ പിശാച് അവനെ വിശുദ്ധ നഗരത്തിൽ കൊണ്ടുപോയി ദൈവാലയത്തിന്റെ അഗ്രത്തിന്മേൽ നിർത്തി അവനോട്, നീ ദൈവപുത്രനെങ്കിൽ താഴേക്ക് ചാടുക, ദൈവം നിന്നെ സൂക്ഷിക്കും എന്ന് പറഞ്ഞു. So again it says here, he took him to the holy city and made him stand on the top of the temple. വീണ്ടും ഇവിടെ നാം വായിക്കുന്നത് അവനെ വിശുദ്ധ നഗരത്തിൽ കൊണ്ടുപോയി ദൈവാലയത്തിന്റെ അഗ്രത്തിന്മേൽ നിർത്തി എന്ന് പറയുന്നു. Now remember, he was in the wilderness. വനാന്തരത്തിലായിരുന്നു എന്ന് നിങ്ങൾ ഓർക്കുക. So what did the devil do? പിശാച് എന്താ ചെയ്തത്? Did the devil say, come follow me, we are going to Jerusalem? നാം യെരുശലേമിലേക്ക് പോവുകയാണ്, എന്റെ പുറകെ വാ, നാം എന്ന് പറഞ്ഞ യെരുശലേമിലേക്ക് കൊണ്ടുപോവുകയാണോ ചെയ്തത്? Do you think Jesus meekly followed behind the devil and went to the top of the temple? ഈ പിശാചിന്റെ പുറകെ ആട്ടിൻകുട്ടി പോകുന്നത് പോലെ ഇങ്ങനെ പോയി യെരുശലേമിൽ പോയി എന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? It was all in the mind. ഇതെല്ലാം മനസ്സിലാണ് സംഭവിച്ചത്. Now the devil says, you're on top of the temple now, why don't you jump down from there? പിശാച് പറയുന്നു, ഇപ്പോൾ നീ ദേവാലയത്തിന്റെ മുകളിലാണല്ലോ, അവിടെ നിന്ന് എന്തുകൊണ്ട് താഴേക്ക് ചാടിക്കൂടാ? In the mind, മനസ്സിൽ tempting him, go to the top of the temple and jump down. മനസ്സിൽ വരുന്ന പരീക്ഷ, ഈ ദേവാലയത്തിന്റെ മുകളിലേക്ക് പോവുക, അവിടെ നിന്ന് താഴേക്ക് ചാടുക. Jesus said no. വേണ്ട എന്നവൻ പറഞ്ഞു. Then verse 8, the devil took him to a high mountain and showed him all the kingdoms of the world and their glory. പിന്നെ പിശാച് അവനെ ഏറ്റവും ഉയർന്ന ഒരു മലമേൽ കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലുള്ള സകല രാജ്യങ്ങളെയും അവരുടെ മഹത്വത്തെയും കാണിച്ചു. There is no mountain anywhere in the world from which you can see all the kingdoms of the world. ലോകത്തിലെ സകല രാജ്യങ്ങളെയും കാണുവാൻ തക്കതായ ഉയരമുള്ള ഒരു മലയും ലോകത്തിൽ എവിടെയുമില്ല. Not even Mount Everest. എവറസ്റ്റ് മലയിൽ നിന്നാൽ പോലും ലോകത്തിലെ എല്ലാ ഭാഗങ്ങളും കാണുവാൻ കഴിയുകയില്ല. All you'll see is the snow around you, that's all. നിങ്ങൾ എവറസ്റ്റ് മലയിൽ പോയി നിന്നാൽ നിങ്ങളുടെ ചുറ്റിനും മഞ്ഞ് മാത്രമേ നിങ്ങൾക്ക് കാണുവാൻ You കഴിയൂ. won't even see the full mountain. ആ മുഴുവൻ മല പോലും നിങ്ങൾക്ക് കാണുവാൻ കഴിയുകയില്ല. So this is again in the mind. ഇതും മനസ്സിലാണ് സംഭവിച്ചത്. It says, okay, see all the kingdoms of the world. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും കാണുക എന്ന് മനസ്സിൽ. I'll give this to you if you bow down to me. എന്നെ വണങ്ങിയാൽ ഞാൻ നിനക്ക് തരാം. So
all these temptations were in the wilderness. ഈ പരീക്ഷകളെല്ലാം വനാന്തരത്തിലാണ് സംഭവിച്ചത്. But in his mind he took him to the temple, showed him the kingdoms of the world. മനസ്സിൽ ദേവാലയത്തിലേക്ക് അതിന്റെ മുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി, മനസ്സിൽ മലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി രാജ്യങ്ങളൊക്കെ കാണിച്ചു. The devil tempts us. ഇങ്ങനെയാണ് പിശാച് നമ്മെയും പരീക്ഷിക്കുന്നത്. Puts various thoughts into our mind to go here or do there. നമ്മുടെ മനസ്സിലേക്ക് അവിടെ പോവുക, ഇവിടെ പോവുക, ഇത് ചെയ്യുക എന്നുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് അവൻ തരുന്നു. If you say no, നിങ്ങൾ വേണ്ട എന്ന് പറഞ്ഞാൽ you have not sinned. നിങ്ങൾ പാപം ചെയ്തിട്ടില്ല. So even if you are sitting in a meeting like this, നിങ്ങൾ ഇങ്ങനെ ഒരു മീറ്റിംഗിൽ ഇരിക്കുകയാണ്, a very wicked thought comes into your mind. നിങ്ങളുടെ മനസ്സിലേക്ക് വളരെ മ്ലേച്ഛമായ ഒരു ചിന്ത കടന്നു വരുന്നു. Right now, ഇപ്പോൾ some horrible, wicked, evil thought comes to your mind now. വളരെ വൃത്തികെട്ട, വളരെ ദോഷം നിറഞ്ഞ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിലേക്ക് ഇപ്പോൾ കടന്നു വരുന്നു. And you say, oh, my mind is so dirty. ഓ, എൻ്റെ മനസ്സ് എത്ര മലിനമാണ് എന്ന് പറഞ്ഞ് നിങ്ങളെ തന്നെ നിങ്ങൾ കുറ്റം. Your mind is not dirty. നിങ്ങളുടെ മനസ്സ് മലിനമായതുകൊണ്ടല്ല. The devil was trying to put a thought into your mind, you rejected. പിശാച് നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു ചിന്ത കൊണ്ടുവരുവാൻ ശ്രമിക്കുകയായിരുന്നു, നിങ്ങൾ ആ ചിന്തയെ തള്ളിക്കളയുക. You say no. വേണ്ട എന്ന് പറയുക. There's no sin. അങ്ങനെയെങ്കിൽ അവിടെ പാപമില്ല. Turn to James in chapter 1. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിലേക്ക് എന്നോടൊപ്പം തിരിക്കുക. James chapter 1. യാക്കോബ് 1. It says here, verse 14, everyone is tempted when he is carried away and enticed by his own lust. ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാൽ ആകുന്നു. So the devil puts a thought into my mind. പിശാച് എൻ്റെ മനസ്സിലേക്ക് ഒരു ചിന്തയെ കൊണ്ടുവരുന്നു. And my desire agrees with that. എൻ്റെ മനസ്സ് അതിനോട് ചേർന്ന് അതെ എന്ന് പറയുന്നു. I say yes. ഞാൻ അതെ എന്ന് പറയുന്നു, ഞാൻ ചെയ്യാം. Then verse 15, the lust conceives and gives birth to sin. അങ്ങനെയെങ്കിൽ 15-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. So the picture here is of a baby being born. ഒരു കുഞ്ഞ് ജനിക്കുന്ന ചിത്രമാണ് നാം ഇവിടെ കാണുന്നത്. A woman has the capacity to have a baby. ഒരു കുഞ്ഞിനെ ഗർഭം ധരിക്കുവാനുള്ള കഴിവ് ഒരു സ്ത്രീക്കുണ്ട്. But she cannot have a baby until she unites with a man. എന്നാൽ ഒരു പുരുഷനോട് ഒന്നിക്കാതെ ഒരു സ്ത്രീക്ക് കുഞ്ഞുണ്ടാവുക അസാധ്യമാണ്. So however much ability she has to produce a child, she cannot produce it. ഒരു കുഞ്ഞുണ്ടാകുവാനുള്ള കഴിവ് എത്രത്തോളം ഉണ്ടെങ്കിലും തനിയെ ഒരു കുഞ്ഞിനെ ഉൽപ്പാദിപ്പിക്കുവാൻ ഒരു സ്ത്രീക്ക് കഴിയില്ല. When the man unites with her, then she agrees to it, then the child is born. എന്നാൽ ഒരു പുരുഷനോട് ഒന്നിക്കുവാൻ അവൾ സമ്മതിക്കുമ്പോൾ അപ്പോഴാണ് ഒരു കുഞ്ഞുണ്ടാവുന്നത്. So think of that in relation to temptation. പ്രലോഭനത്തെ സംബന്ധിച്ചും നിങ്ങൾ അങ്ങനെ തന്നെ ചിന്തിക്കുക. In the Bible we are pictured like a woman, bride of Christ. നാം വേദപുസ്തകത്തിൽ നമ്മയും ഒരു സ്ത്രീയെ പോലെ ആണ് ചിത്രീകരിച്ചിരിക്കുന്നത്, ക്രിസ്തുവിന്റെ മണവാട്ടി. So here is a girl who is the bride of Christ walking down the road. ഇവിടെ ഇതാ ക്രിസ്തുവിന്റെ മണവാട്ടി അവൾ റോഡരികിലൂടെ നടന്നു പോകുന്നു. And there's a very handsome man there. അവിടെ ഇതാ വളരെ സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ, symbolizing the world. ലോകത്തെ ചിത്രീകരിക്കുന്ന ഒരു വ്യക്തി. He invites her. Come to me. എൻ്റെ അടുത്തേക്ക് വരിക എന്ന് ആ സുമുഖനായ വ്യക്തി അവളെ ക്ഷണിക്കുന്നു. She looks at him and he's very handsome, is very attracted to him. അവൾ അവനെ നോക്കുമ്പോൾ വളരെ സുമുഖനാണ്, അവൾക്ക് ഒരു ആകർഷണം തോന്നുന്നു. Yes, I'm attracted to him. എനിക്കൊരു ആകർഷണം തോന്നുന്നു. But I say no, I will not listen. എന്നാൽ ഞാൻ പറയുന്നു, വേണ്ട, ഞാൻ നിന്റെ ശബ്ദത്തിന് ചെവി തരുകയില്ല. She does not go to him. അവന്റെ അടുക്കിലേക്ക് അവൾ പോയില്ല. There is no baby. അവിടെ കുഞ്ഞ് ഉണ്ടാകുന്നില്ല. Even though she was attracted. അവൾക്ക് ഒരു ആകർഷണം തോന്നിയെങ്കിലും അവിടെ കുഞ്ഞുണ്ടായില്ല. Because she did not give her will and say yes, you can have me. തന്റെ ഇച്ഛയെ അവിടെ അടിമപ്പെടുത്തി So അവനോട് ഒന്നിക്കുവാൻ അവൾ സമ്മതിച്ചില്ല. Sometimes when you see something and you are attracted, നിങ്ങൾ എന്തെങ്കിലും ഒന്ന് കണ്ട് നിങ്ങൾക്ക് ഒരു ആകർഷണം തോന്നുമ്പോൾ that is only a temptation. അത് ഒരു പരീക്ഷ മാത്രമാണ്. You say no. നിങ്ങൾ വേണ്ട എന്ന് പറയുക. You don't sin. നിങ്ങൾ പാപം ചെയ്യുന്നില്ല. It's very important to understand this. ഇത് മനസ്സിലാക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. Otherwise the devil will harass us saying, oh, you got attracted, then you have sinned.
ഓ, നിനക്ക് ആകർഷണം തോന്നിയോ, നീ പാപം ചെയ്തു എന്ന് പറഞ്ഞ് നിന്നെ കുറ്റപ്പെടുത്തി പിശാച് ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കും. The fact that you were attracted proves the temptation was strong. നിങ്ങൾക്ക് ആകർഷണം തോന്നി എന്നുള്ളത് ആ പരീക്ഷ ചിത്രത്തോളം ശക്തമായിരുന്നു എന്നാണ് കാണിക്കുന്നത്. It doesn't mean you were sinned. എന്നാൽ നിങ്ങൾ പാപം ചെയ്തു എന്ന് അത് തെളിയിക്കുന്നില്ല. Some temptations the attraction is not so strong. ചില പരീക്ഷകളിൽ ആകർഷണം അത്ര ശക്തമല്ല. Some temptations the attraction is very strong. എന്നാൽ ചില പരീക്ഷകളിൽ ആകർഷണം വളരെ ശക്തമാണ്. If you don't yield, there's no sin. എന്നാൽ നിങ്ങൾ വശംവദരാകുന്നില്ല എങ്കിൽ അവിടെ പാപമില്ല. For example, ഉദാഹരണമായി, money is a very attractive thing. പണം ഒരു വളരെ ആകർഷിക്കുന്ന കാര്യമാണ്. And if you are attracted to money, there's nothing wrong in it. നിങ്ങൾക്ക് പണത്തോട് ആകർഷണം തോന്നുന്നുവെങ്കിൽ അതിൽ തെറ്റില്ല. But if you don't yield to that, എന്നാൽ ആ ആകർഷണത്തിന് നിങ്ങൾ വശംവദരാകുന്നുവെങ്കിൽ, I'm not going to run after that and do something wrong. നിങ്ങൾ ആ പണത്തിന്റെ പുറകെ ഓടി എന്തെങ്കിലും തെറ്റ് ചെയ്യുകയാണെങ്കിൽ, if you don't do that, you don't sin. ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾ പാപം ചെയ്യുന്നില്ല. So please remember this. നിങ്ങൾ ഈ കാര്യം ഓർക്കുക. Temptation is the devil trying to put a thought into your mind which can even attract you. നിങ്ങളെ ആകർഷിക്കുമാറ് നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു ചിന്ത പിശാച് ഇടുന്നതിനെയാണ് പരീക്ഷ എന്ന് പറയുന്നത്. Think of this girl again. ഈ പെൺകുട്ടിയെ കുറിച്ച് നിങ്ങൾ very attracted to this man. ഈ വ്യക്തിയോട്, ഈ പുരുഷനോട് വളരെ ആകർഷണം അവൾക്ക് തോന്നി. Her heart is pulling her. അവളുടെ ഹൃദയം ആ പുരുഷനിലേക്ക് അവളെ വലിക്കുന്നു. With her will she says no, I will not go there. എന്നാൽ അവളുടെ സ്വന്തം ഹിതത്തിൽ, അവളുടെ ഇച്ഛയിൽ അവൾ പറയുന്നു, വേണ്ട, ഞാൻ പോവുകയില്ല. No baby is born. അവിടെ കുഞ്ഞ് പിറക്കുന്നില്ല. There is no sin. അവിടെ പാപമില്ല. Lust has to conceive in order to give birth to sin. മോഹം ഗർഭം ധരിച്ചാൽ മാത്രമേ പാപം പിറക്കുകയുള്ളൂ. And so in my mind, if I yield to that temptation, then only a sin is born. മനസ്സിൽ ആ പരീക്ഷയുടെ ആകർഷണത്തിന് ഞാൻ വശംവദനാകുന്നു എങ്കിൽ മാത്രമേ പാപം പിറക്കുന്നുള്ളൂ. So you ask yourself, നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക, did your mind agree with that temptation? ആ പ്രലോഭനത്തോട് നിങ്ങളുടെ മനസ്സ് അതെ എന്ന് പറഞ്ഞ് നിങ്ങൾ സമ്മതിച്ചുവോ? Not whether you are attracted. നിങ്ങൾക്ക് ആകർഷണം തോന്നിയോ എന്നല്ല. That doesn't matter. അത് സാരമില്ല. Did you say yes to it? ആ പരീക്ഷയോട്, പ്രലോഭനത്തോട് അതെ എന്ന് പറഞ്ഞ് നിങ്ങൾ സമ്മതിച്ചു? I want it. എനിക്കത് വേണമെന്ന് നിങ്ങൾ പറഞ്ഞുവോ? Your mind unites with that. നിങ്ങളുടെ മനസ്സ് ആ പ്രലോഭനത്തിൽ അതിനോട് ചേർന്ന് നിൽക്കുന്നുവോ? A sin is born. അങ്ങനെയെങ്കിൽ അവിടെ പാപം പിറക്കുന്നു. Then we have to repent and confess it and ask the Lord to cleanse us. അങ്ങനെയെങ്കിൽ നാം അനുതപിക്കുകയും നമ്മുടെ പാപത്തെ ഏറ്റുപറയുകയും കർത്താവിനോട് നമ്മുടെ പാപത്തെ കഴുകുവാനായിട്ട് പറയുകയും ചെയ്യും. We don't have to live in unnecessary condemnation that I got tempted and I was attracted. എനിക്ക് പ്രലോഭനം വന്നല്ലോ, എനിക്ക് ആകർഷണം തോന്നിയല്ലോ എന്ന് ആവശ്യമില്ലാതെ കുറ്റം വിധിയുടെ ആവശ്യം. Because the devil tries to harass us like that. അങ്ങനെ നമ്മെ ബുദ്ധിമുട്ടിക്കുവാനാണ് പിശാചിന്റെ ശ്രമം. So ask yourself, did a conception take place in my mind? എൻ്റെ മനസ്സിൽ അവിടെ ഗർഭധാരണം ഉണ്ടായോ? Did I agree with it and accept it? ആ പ്രലോഭനത്തിന് ഞാൻ വശംവദനായി അതിനോട് ഞാൻ ചേർന്ന് നിന്നുവോ? I'm trying to tell you the difference between being attracted and accepting it. ആകർഷിക്കപ്പെടുന്നതും അതിനെ അംഗീകരിക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യുന്നതും തമ്മിലുള്ള വ്യത്യാസമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. If Eve was attracted to that tree, that is not a sin. ഹവ്വായ്ക്ക് ആ വൃക്ഷത്തോട്, ഫലത്തോട് ഒരു ആകർഷണം തോന്നിയിരുന്നുവെങ്കിൽ അത് തെറ്റായിരുന്നില്ല. In fact, God allows us to be attracted because then only we are tempted. ദൈവം നമ്മെ ആകർഷിക്കുവാനായിട്ട് അനുവദിക്കുന്നു. ആകർഷണം വരുമ്പോൾ മാത്രമേ അവിടെ പരീക്ഷ ഉണ്ടാകുന്നുള്ളൂ. For a temptation to be strong, it must be attractive. പരീക്ഷ ശക്തമായിരിക്കണം എങ്കിൽ അവിടെ ആകർഷണം ഉണ്ടാകണം. So that's why you're not tempted by garbage. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ചപ്പുചവറ് കാണുമ്പോൾ ഒരു ആകർഷണം തോന്നാത്തത്. We're tempted by something valuable that we can get. വിലയുള്ള എന്തെങ്കിലും കാണുമ്പോഴാണ് നിങ്ങൾക്ക് ഒരു ആകർഷണം തോന്നാറുള്ളത്. So once we understand this difference, the devil will not be able to harass us and say, you sinned. നീ പാപം ചെയ്തു എന്ന് പറഞ്ഞ് നിന്നെ കുറ്റം വിധിച്ചുകൊണ്ട് നിന്നെ ബുദ്ധിമുട്ടിക്കുവാനായിട്ട് നിനക്ക് ഈ സത്യം മനസ്സിലായി കഴിഞ്ഞാൽ പിശാചിന് കഴിയുകയില്ല. Now the question is, why does God allow us to be tempted? ഇപ്പോഴുള്ള ചോദ്യം, എന്തുകൊണ്ടാണ് ഇപ്രകാരം പരീക്ഷിക്കപ്പെടുവാനായിട്ട് ദൈവം നമ്മെ അനുവദിക്കുന്നത്? Because God has made us in such a way that we can never become strong without resisting temptation.
പ്രലോഭനത്തെ എതിർക്കാതെ നമുക്ക് ആത്മീകമായിട്ട് ശക്തിയുള്ളവരായി തീരുവാൻ കഴിയുകയില്ല എന്ന് ദൈവത്തിന് അറിയാം. Why does God allow the devil to exist? എന്തിനാണ് പിശാച് ഇവിടെ ലോകത്തിൽ ഉണ്ടാകുവാൻ ദൈവം അനുവദിച്ചത്? That's a very important question. അതൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. It comes in many people's minds. പല ആളുകളുടെയും മനസ്സിൽ വരുന്ന ഒരു ചോദ്യമാണ്. I was quite surprised when my 8-year-old grandson asked me that question. 8 വയസ്സുള്ള എൻ്റെ കൊച്ചുമകൻ എന്നോട് ആ ചോദ്യം ചോദിച്ചപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. He said, "Grandpa, why does God allow the devil to exist? Why doesn't he just destroy him?" അപ്പച്ച, എന്തിനാണ് ഈ പിശാചിനെ ദൈവം ഈ ഭൂമിയിൽ ഇങ്ങനെ ചുറ്റിത്തിരിയാനായിട്ട് അനുവദിച്ചിരിക്കുന്നത്? ദൈവത്തിന് ഒറ്റയടിക്ക് ആ പിശാചിനെ അങ്ങ് തകർത്ത് കളഞ്ഞുകൂടായിരുന്നു? I said, "Wow, even a little child wants to know that." ഒരു കുഞ്ഞിന് പോലും ഈ ഉത്തരം അറിയുവാൻ ആഗ്രഹമുണ്ടല്ലോ. So I told him. അതുകൊണ്ട് ഞാൻ അവനോട് പറഞ്ഞു, See, if we want to build our muscles, we must subject our muscles to some resistance. നമുക്ക് നമ്മുടെ മസിൽ ബലപ്പെടുത്തണമെങ്കിൽ നാം ഒരു ശക്തിക്ക് നേരെ നാം ബലം പ്രയോഗിച്ചുകൊണ്ടിരിക്കണം. That's why they have springs to pull to subject these muscles to resistance. അതുകൊണ്ട് നമ്മുടെ മസിലിന് ബലം പ്രയോഗിക്കണമെങ്കിൽ സ്പ്രിങ്ങുകളൊക്കെ വെച്ച് അതുകൊണ്ടാണ് ആളുകൾ ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുന്നത്. When you move, run, your legs are subject to resistance, the leg muscles become strong. നിങ്ങൾ ഓടുമ്പോൾ നിങ്ങളുടെ കാലുകൾ അത് ആ റോഡിന് എതിരെ ശക്തി പ്രയോഗിക്കുകയാണ്, നിങ്ങളുടെ കാലുകൾ ബലപ്പെടുന്നു. The strengthening of all muscles in the body is by subjecting it to some resistance. ഏതെങ്കിലും ഒരു തരത്തിലുള്ള സമ്മർദ്ദത്തിലേക്ക് നമ്മുടെ അവയവങ്ങളെ നാം പ്രയോഗിക്കുമ്പോഴാണ് നമ്മുടെ മസിലുകൾ ബലപ്പെടുന്നത്. So that God allows the devil to exist so that he can resist us and we can become strong. പിശാച് നമ്മെ എതിർക്കുമ്പോൾ നാം ശക്തരായിത്തീരുന്നു. അതുകൊണ്ടാണ് ദൈവം പിശാചിനെ അനുവദിച്ചിരിക്കുന്നത്. So I told him. ഞാൻ അവനോട് ആ കാര്യം പറഞ്ഞു. See, the devil will tell you, don't listen to daddy and mommy. പിശാച് നിന്നോട് പറയും, നീ ഡാഡിയും മമ്മിയും പറയുന്നത് കേൾക്കരുത്. If you resist that, നീ അതിനെ എതിർത്ത് നിന്നാൽ, I say, no, I will listen to daddy and mommy. ഞാൻ എൻ്റെ ഡാഡിയും മമ്മിയും പറയുന്നത് ഞാൻ കേൾക്കും. പിശാച് നീ പറയുന്നത് ഞാൻ കേൾക്കുകയില്ല. You become strong. അങ്ങനെയെങ്കിൽ നീ ശക്തിയുള്ളവനായി മാറും. Very simple. വളരെ ലളിതം. He was so happy to hear that and he said, I'm going to listen to daddy and mommy all the time. അവനത് കേട്ടപ്പോൾ അവന് വളരെ സന്തോഷം തോന്നി. അങ്ങനെയാണെങ്കിൽ ഞാൻ എപ്പോഴും ഡാഡിയും മമ്മിയും പറയുന്നത് ഞാൻ കേൾക്കും. You can become strong if you resist the devil. നിങ്ങൾ പിശാചിനോട് എതിർത്ത് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്കും ശക്തരായി മാറുവാൻ കഴിയും. That is one reason why God allows the devil to exist and to tempt you. അതുകൊണ്ടാണ് പിശാച് വന്ന് നിങ്ങളെ പരീക്ഷിക്കുവാനായിട്ട് ദൈവം അനുവദിക്കുന്നത്. We can even say God is using the devil to sanctify us. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, നമ്മെ ശുദ്ധീകരിക്കുവാനായിട്ട് ദൈവം പിശാചിനെയും ഉപയോഗിക്കുന്നു. Because if we were not tempted at all, നമുക്ക് ഒരു പരീക്ഷയോ പ്രലോഭനമോ ഇല്ലായിരുന്നെങ്കിൽ we would never be strong. നാം ഒരിക്കലും ശക്തരായി മാറുകയില്ല. That's why even in that perfect world which God created, he allowed the devil to enter the Garden of Eden. അതുകൊണ്ടാണ് ദൈവം പൂർണ്ണതയോടെ സൃഷ്ടിച്ച ആ ഏദൻ തോട്ടത്തിൽ പോലും പിശാച് കടന്നു വരുവാനായിട്ട് ദൈവം അനുവദിച്ചത്. In a perfect world, God allows Satan to come to make his man and his woman stronger. വളരെ പൂർണ്ണതയുള്ള ഈ ലോകത്തിൽ പിശാച് കടന്നു വന്ന് താൻ സൃഷ്ടിച്ച ആദാമിനെയും ഹവ്വായെയും ശക്തരാക്കുവാനായിട്ട് ദൈവം ആഗ്രഹിച്ചു. And so one more thing I want to say, in temptation, ഒരു കാര്യം കൂടെ പരീക്ഷയെ സംബന്ധിച്ച് ഞാൻ പറയട്ടെ. There's a choice given us. അവിടെ നമുക്ക് തിരഞ്ഞെടുപ്പിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. What is the temptation that came to Eve? ഹവ്വയ്ക്ക് വന്ന പരീക്ഷ എന്തായിരുന്നു? Will you choose God or will you choose what God has created? നീ ദൈവത്തെ തിരഞ്ഞെടുക്കുമോ അതോ ദൈവം സൃഷ്ടിച്ചതിനെ തിരഞ്ഞെടുക്കുമോ? What God has created is this tree. ദൈവം സൃഷ്ടിച്ചത് ഈ മരമാണ്. So beautiful. വളരെ മനോഹരം. It will make you wise. It will taste so nice, look so good. അത് കാണുവാൻ നല്ലതാണ്, വളരെ രുചികരമാണ്, നിനക്ക് ജ്ഞാനം പകർന്നു തരും. God has said don't eat it. എന്നാൽ ദൈവം പറഞ്ഞിട്ടുണ്ട് നീ അവിടെ നിന്ന് ഭുജിക്കരുത്. So the choice is between God and this beautiful thing he has created. അതുകൊണ്ടുള്ള തിരഞ്ഞെടുപ്പ് ദൈവവും സൃഷ്ടിച്ച ഈ മനോഹരമായ കാര്യവും തമ്മിലാണ് നീ തിരഞ്ഞെടുക്കേണ്ടത്. She said, I will choose this beautiful thing God has created. ദൈവത്തിന്റെ ഈ മനോഹരമായ സൃഷ്ടിയെ ഞാൻ തിരഞ്ഞെടുക്കും എന്ന് അവൾ തീരുമാനിച്ചു. That was sin. അതായിരുന്നു പാപം. Now today, ഇന്ന് you and I are also tempted in the same way. ഈ രീതിയിൽ തന്നെയാണ് നീയും ഞാനും പരീക്ഷിക്കപ്പെടുന്നത്. Will you choose God
നിങ്ങൾ ദൈവത്തെ തിരഞ്ഞെടുക്കുമോ? Or will you choose this beautiful thing he has created? അതോ ദൈവം സൃഷ്ടിച്ച ഈ മനോഹരമായ സൃഷ്ടിയെ നീ തിരഞ്ഞെടുക്കുമോ? Which God says you must not look at or lust after. നീ മോഹിക്കരുത് അല്ലെങ്കിൽ നീ നോക്കരുത് എന്ന് പറഞ്ഞ ഈ സൃഷ്ടിയെയാണോ നീ തിരഞ്ഞെടുക്കുവാൻ പോകുന്നത്? Why did God make that tree so beautiful? എന്തുകൊണ്ടാണ് ദൈവം ആ വൃക്ഷം ഇത്ര മനോഹരമായി സൃഷ്ടിച്ചത്? Supposing that tree of knowledge of good and evil God had made very ugly and smelly and filthy and full of thorns. ഈ നന്മതിന്മകളെക്കുറിച്ച് അറിവിൻ്റെ വൃക്ഷം ദൈവം സൃഷ്ടിച്ചപ്പോൾ വളരെ നാറ്റം വമിക്കുന്ന, കാണുവാൻ വൃത്തികേടായി, അടുത്ത് ചെല്ലുവാൻ പോലും തോന്നാത്ത, മുള്ളു നിറഞ്ഞ ഒരു വൃക്ഷമായിട്ട് ദൈവം സൃഷ്ടിച്ചിരുന്നെങ്കിലോ? God says, don't go to that tree. അതിനുശേഷം ദൈവം പറയുന്നു, ആ വൃക്ഷത്തിന്റെ അടുത്തേക്ക് നീ പോകരുത്. Adam says, I'm not even interested in going there. എനിക്ക് അങ്ങോട്ട് പോകാൻ ഒരു താല്പര്യമേ ഇല്ല. There's no temptation. അവിടെ പരീക്ഷയേ ഇല്ല. Same way. അതുപോലെ തന്നെ if every woman in the world was old and ugly and long, like with with beards and all that, women with beards, and God says, don't lust after that old woman. ഈ ലോകത്തിലുള്ള സ്ത്രീകളെല്ലാം അവര് വളരെ പ്രായമായി, മുഖമൊക്കെ നീണ്ട്, അത് മാത്രമല്ല താടിയും ഉള്ളവരായിട്ട് ഇരുന്നിരുന്നെങ്കിൽ നിങ്ങൾക്ക് ആ സ്ത്രീയെ മോഹിക്കുവാനായിട്ട് ഒരു പരീക്ഷ തോന്നുമോ? I say, Lord, no problem at all. No need to even tell me. എന്നോട് പറയേ വേണ്ട ദൈവമേ, എനിക്ക് അങ്ങനെ ഒരു ആകർഷണമേ തോന്നുന്നില്ല എന്ന് നിങ്ങൾ പറയും. Why has God made so many pretty girls in the world? എന്തുകൊണ്ടാണ് ദൈവം ഈ ലോകത്തിൽ വളരെ ആകർഷണം തോന്നുമാറ് അനേക പെൺകുട്ടികളെ ദൈവം സൃഷ്ടിച്ചത്? Then only can he test you. അങ്ങനെയെങ്കിൽ മാത്രമേ നിന്നെ പരീക്ഷിക്കുവാൻ ദൈവത്തിന് കഴിയുകയുള്ളൂ. Why has he made gold so attractive? എന്തുകൊണ്ടാണ് സ്വർണത്തിന് ഇത്ര ആകർഷണമുള്ളത്? Money so attractive. എന്തുകൊണ്ടാണ് പണത്തിന് ഇത്ര ആകർഷണമുള്ളത്? Otherwise there'd be no temptation. ആകർഷണമില്ലെങ്കിൽ അവിടെ പരീക്ഷയില്ല. Everything which is attractive. ആകർഷണമുള്ള എല്ലാം. For example, position in the world. അല്ലെങ്കിൽ ലോകത്തിലെ സ്ഥാനം. Everybody is fighting to be minister, cabinet minister. ക്യാബിനറ്റ് മന്ത്രിയാകുവാനായിട്ട് എല്ലാവരും പോരാടിക്കൊണ്ടിരിക്കുകയാണ്. It's attractive. അത് വളരെ ആകർഷണമുള്ളത്. Position, സ്ഥാനം, honor, മാനം. even in the church to be an elder. സഭയിൽ പോലും ഒരു മൂപ്പനാകുവാൻ. It's something attractive. അതിനൊരു ആകർഷണമുണ്ട്. And if you say no, വേണ്ട എന്ന് നിങ്ങൾ I'm പറയുകയാണെങ്കിൽ, not going to yield to that temptation, ആ പരീക്ഷയ്ക്ക് ഞാൻ വശംവദനാകുകയില്ല എന്ന് നിങ്ങൾ you പറയുന്നു, become a stronger person. നിങ്ങൾ കുറച്ചുകൂടെ ശക്തനായ ഒരു വ്യക്തിയായി മാറും. So that is why God has made so many attractive things in the world. അതുകൊണ്ടാണ് ഈ ലോകത്തിൽ വളരെ ആകർഷണമുള്ള പല കാര്യങ്ങളെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. To test whether you will accept that or God. നിങ്ങൾ ദൈവത്തെയാണോ, ദൈവത്തിന്റെ ഈ സൃഷ്ടിയെയാണോ നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് എന്ന് മനസ്സിലാക്കുവാൻ. Every temptation is God or his creation. എല്ലാ പരീക്ഷകളും പ്രലോഭനങ്ങളും ദൈവമോ ദൈവത്തിന്റെ സൃഷ്ടിയോ? Jesus always chose God. യേശുക്രിസ്തു എപ്പോഴും ദൈവത്തെ തിരഞ്ഞെടുത്തു. Even when he was dying of hunger. വിശപ്പ് കൊണ്ട് മരിക്കുവാനുണ്ടായിരുന്ന ഒരു സാഹചര്യത്തിൽ പോലും For 40 days he ate nothing. 40 ദിവസം അവൻ ഒന്നും ഭക്ഷിച്ചില്ല. He must have drank something, but he didn't eat anything. എന്തെങ്കിലും കുടിച്ചു കാണും, അവനൊന്നും ഭക്ഷിച്ചില്ല. And if you go 40 days without food, 40 ദിവസം ഭക്ഷണം കഴിക്കാതെ പോയാൽ you will really be so exhausted that you will want to eat anything. നിങ്ങൾ വളരെ ക്ഷീണിതനായി എന്തെങ്കിലും കഴിക്കണം എന്ന് നിങ്ങൾക്ക് വളരെ ഒരു ആഗ്രഹമുണ്ടാവും. And at that time you are very weak. ആ സമയത്ത് നിങ്ങൾ വളരെ ബലഹീനനാണ്. And the longing for food is million times more than what you have right now. ഇന്ന് നിങ്ങൾക്കുള്ളതിനെക്കാട്ടിലും ഭക്ഷണത്തിന് വേണ്ടിയുള്ള ആഗ്രഹം ലക്ഷക്കണക്കിന് മടങ്ങ് അധികമാണ്. The attraction was very powerful. അതുകൊണ്ട് ആകർഷണം വളരെ ശക്തമായിരുന്നു. Jesus chose God. എന്നാൽ യേശുക്രിസ്തു ദൈവത്തെ തിരഞ്ഞെടുത്തു. Man will live by what proceeds from God's mouth, not with food. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ട് ജീവിക്കും. To say that now is very easy because even though we are hungry, we are not so desperately hungry. ഇപ്പോൾ നമുക്ക് അങ്ങനെ പറയുവാൻ, നമുക്ക് വിശപ്പുണ്ടെങ്കിലും നാം അത്രയധികം വിശപ്പ് കൊണ്ട് വലയുന്നവരല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ പറയുവാൻ ബുദ്ധിമുട്ടില്ല. Jesus as a man
had to be tested severely in order to be our Savior. നമ്മുടെ രക്ഷകനായി മാറുന്നതിനായി ഒരു മനുഷ്യനായി വന്ന യേശുക്രിസ്തു വളരെ ശക്തമായ പരീക്ഷകളെ നേരിടേണ്ടിയതായിരുന്നു. And we read something interesting in Luke chapter 4. ലൂക്കോസ് 4-ാം അധ്യായത്തിൽ വളരെ ചിന്തനീയമായ ചില കാര്യങ്ങൾ വായിക്കുന്നു. Immediately after his baptism, ലൂക്കോസ് 4-ാം അധ്യായം, അവന്റെ സ്നാനത്തിന് കഴിഞ്ഞ ഉടനെ says in verse 1, he was full of the Holy Spirit. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടു മടങ്ങി. And he went into the wilderness for 40 days and was tempted. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി, പിശാച് അവനെ 40 ദിവസം And പരീക്ഷിച്ചു. at the end, after overcoming 40 days of temptation, ഈ 40 ദിവസത്തെ പരീക്ഷ അവൻ ജയിച്ച് കഴിഞ്ഞ ശേഷം he came back, verse 14, in the power of the Spirit. 14-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയ്ക്ക് മടങ്ങി വന്നു. Did you notice the difference? ഇവിടെയുള്ള ഈ വ്യത്യാസം നിങ്ങൾ ശ്രദ്ധിച്ചു? He went full of the Spirit, verse 1, came back in the power of the Spirit. യേശുക്രിസ്തു അവിടെ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായിട്ട് പോകുന്നു, എന്നാൽ തിരിച്ചു വരുന്നത് ആത്മാവിന്റെ ശക്തിയോടെയാണ്. How did that happen? അതെങ്ങനെയാണ് സംഭവിച്ചത്? Verse 2, 2-ാം വാക്യം, 40 days he was tempted. 40 ദിവസം പരീക്ഷിച്ചുകൊണ്ടിരുന്നു. Probably hundreds of temptations. 100 കണക്കിന് പരീക്ഷകൾ. The last 3 temptations are recorded here. അവസാനത്തെ 3 പരീക്ഷകൾ ഈ ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. But before that, it says in verse 2, 40 days he was being tempted by so many other things. ഇവിടെ ഇതാ അതിനു മുമ്പ് 40 ദിവസം മറ്റ് പല കാര്യങ്ങളാൽ യേശുക്രിസ്തു പരീക്ഷിക്കപ്പെട്ടു എന്ന് നാം ഇവിടെ വായിക്കുന്നു. So it's not that he was only tempted with 3 things. 3 കാര്യങ്ങൾ കൊണ്ട് മാത്രമാണ് യേശുക്രിസ്തു പരീക്ഷിക്കപ്പെട്ടത്. Those are the last 3 at the end of the 40 days. അവന്റെ ആ 40 ദിവസത്തിന്റെ അവസാനത്തെ 3 പരീക്ഷകൾ But മാത്രമായിരുന്നു. the result of 40 days of temptation was he came in the power of the Spirit. ഈ 40 ദിവസത്തെ പരീക്ഷയുടെ പരിണിത ഫലം എന്തായിരുന്നു? അവൻ ആത്മാവിന്റെ ശക്തിയോടെ മടങ്ങി വന്നു. Even Jesus had to be tempted and overcome before he could serve in his ministry for the Father. പിതാവിന് ശുശ്രൂഷ ചെയ്യുന്നതിന് മുമ്പായി യേശുക്രിസ്തുവിന് പോലും ഇപ്രകാരം പരീക്ഷയെ നേരിട്ട് പരീക്ഷയെ വിജയിച്ച് ആത്മാവിന്റെ ശക്തി പ്രാപിക്കേണ്ടിയിരുന്നു. He is our forerunner. അവൻ നമ്മുടെ മുന്നോടിയാണ്. If you want God to use you, you must be faithful in temptation. ദൈവം നിങ്ങളെ ഉപയോഗിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ പരീക്ഷയുടെ മുമ്പാകെ നിങ്ങൾ വിശ്വസ്തരായി നിൽക്കണം. In temptation, in secret. രഹസ്യത്തിൽ നിങ്ങൾ പരീക്ഷിക്കപ്പെടുമ്പോൾ നിങ്ങൾ വിശ്വസ്തരായി See, നിൽക്കണം. in the wilderness, nobody could see Jesus. വനാന്തരത്തിൽ യേശുക്രിസ്തുവിനെ ആർക്കും കാണുവാൻ കഴിയില്ല. Nobody knew whether he was faithful or not faithful. അവിടെ വനാന്തരത്തിൽ അവൻ വിശ്വസ്തനാണോ അല്ലയോ എന്ന് ആർക്കും അറിയില്ലായിരുന്നു. But God could see. എന്നാൽ ദൈവത്തിന് കാണുവാൻ കഴിയുമായിരുന്നു. And so in the same way, God allows you to be tempted in secret situations. അതുപോലെ നിങ്ങളും രഹസ്യമായ സാഹചര്യങ്ങളിൽ പരീക്ഷിക്കപ്പെടുവാനായിട്ട് ദൈവം അനുവദിക്കുന്നു. In secret. രഹസ്യത്തിൽ. And if you pass that, you return in the power of the Holy Spirit for a great ministry. നിങ്ങൾ അപ്രകാരം രഹസ്യത്തിൽ പരീക്ഷിക്കപ്പെടുമ്പോൾ നിങ്ങൾ വിശ്വസ്തരാണെങ്കിൽ നിങ്ങൾ ആത്മാവിന്റെ ശക്തിയോടെ ഒരു വലിയ ശുശ്രൂഷയ്ക്കായിട്ട് നിങ്ങൾ പുറത്തേക്ക് വരും. We are very thankful for the Pentecostal movement which taught about being filled with the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ നിറവിനെക്കുറിച്ച് നമ്മെ പഠിപ്പിച്ച പെന്തക്കോസ്ത് മുന്നേറ്റത്തിനായിട്ട് ഞങ്ങൾ ദൈവത്തിന് നന്ദിയുള്ളവരാണ്. നാം that led you up to Luke 4 verse 1. ലൂക്ക് 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വരെ അവർ നമ്മോട് പറഞ്ഞു തരും. But the Pentecostal movement did not teach people how to overcome all temptation. എന്നാൽ പ്രലോഭനത്തെ പരീക്ഷയെ എങ്ങനെ ജയിക്കാമെന്ന് പെന്തക്കോസ്ത് പ്രസ്ഥാനം ആളുകളെ പഠിപ്പിച്ചില്ല. And so they could not come to Luke 4:14. അതുകൊണ്ട് തന്നെ ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിലേക്ക് അവർക്ക് കടന്നു വരുവാൻ കഴിഞ്ഞില്ല. The power of the Spirit in their life. ആത്മാവിന്റെ ശക്തി അവരുടെ ജീവിതത്തിൽ. I'm not talking about exercising gifts. വരങ്ങൾ നാം പ്രയോഗിക്കുന്നതിനെ കുറിച്ചല്ല ഞാനിപ്പോൾ സംസാരിക്കുന്നത്. Because false prophets also exercise gifts. കള്ളപ്രവാചകന്മാരും വരങ്ങൾ ഉപയോഗിച്ചിരുന്നു. Do you know that Balaam, who's a false prophet, ബിലെയാം ഒരു കള്ളപ്രവാചകനായിരുന്നു എന്ന് നിങ്ങൾക്കറിയാമോ? He prophesied about the coming of Jesus Christ. യേശുക്രിസ്തുവിന്റെ വരവിനെക്കുറിച്ച് ബിലെയാം പ്രവചിച്ചു. You read that in Numbers 23:24.
those chapters. സംഖ്യാപുസ്തകം 23-24 അധ്യായങ്ങൾ നിങ്ങൾ അത് He വായിക്കുന്നു. prophesied about the coming of Christ to earth. യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നതിനെക്കുറിച്ച് അവൻ പ്രവചിച്ചു. So false prophets sometimes can say some correct things. കള്ളപ്രവാചകന്മാർക്ക് പോലും ശരിയായ ചില കാര്യങ്ങൾ പറയുവാനായിട്ട് കഴിയും. The power of the Holy Spirit is something different. എന്നാൽ ആത്മാവിന്റെ ശക്തി എന്ന് പറയുന്നത് തികച്ചും വ്യത്യസ്തമാണ്. For that you must be full of the Holy Spirit and you must overcome temptation. നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ നിറവ് മാത്രം പോരാ, അതിനുവേണ്ടി നിങ്ങൾ പരീക്ഷാ സമയങ്ങളിൽ വിശ്വസ്തരായി പരീക്ഷയെ ജയിക്കുകയും ചെയ്യണം. That is why in our churches from the beginning we have taught the fullness of the Spirit that leads on to how to overcome temptation. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിന്റെ നിറവ് അതിനെ തുടർന്ന് പരീക്ഷയെ ജയിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മെ നടത്തിക്കൊണ്ടുവരണം എന്ന് ആരംഭം മുതൽ നാം സഭയിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. Like Jesus was tempted and overcame, യേശുക്രിസ്തു പരീക്ഷിക്കപ്പെട്ട് വിജയിച്ചതുപോലെ we have always held up Jesus as our example in temptation. നാം എപ്പോഴും നമ്മുടെ പരീക്ഷകളിൽ യേശുക്രിസ്തുവിനെ ഒരു ഉദാഹരണമായിട്ട് നാം എടുത്തു കാട്ടാറുണ്ട്. That is the secret of a godly life. ദൈവഭക്തിയുള്ള ഒരു ജീവിതത്തിന്റെ രഹസ്യം അതാണ്. It is a secret. അതൊരു രഹസ്യമാണ്, മർമ്മമാണ്. That Jesus came to earth as a man. യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് ഒരു മനുഷ്യനായി വന്നു എന്നത് ഒരു രഹസ്യമാണ്. Tempted exactly like us. നമ്മെ പോലെ എല്ലാറ്റിലും അവൻ പരീക്ഷിക്കപ്പെട്ടു. He was tempted to sin here. ഇവിടെ പാപം ചെയ്യുവാനുള്ള പരീക്ഷ അവനുണ്ടായി. Okay, it says here that the devil told him to bow down to him. അവനെ വണങ്ങുവാനായിട്ട് പിശാച് അവനോട് പറഞ്ഞു. Tell me, is that a sin or not? നിങ്ങൾ പറയുക, പിശാചിനെ വണങ്ങുക എന്ന് പറയുന്നത് ഒരു പാപമാണോ അല്ലയോ? Definitely a sin. തീർച്ചയായിട്ടും അതൊരു പാപമാണ്. So Jesus was tempted to sin. യേശുക്രിസ്തു പാപം ചെയ്യാനായിട്ട് പരീക്ഷിക്കപ്പെട്ടു. He did not bow down. എന്നാൽ അവൻ പിശാചിനെ വണങ്ങിയില്ല. To jump off the roof of the temple and commit suicide. ദേവാലയത്തിന്റെ ഗോപുരത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്യാനായിട്ട് പിശാച് അവനെ പ്രലോഭിപ്പിച്ചു. Is that a sin or not? ആത്മഹത്യ ചെയ്യുന്നത് പാപമാണോ അല്ലയോ? Yes. തീർച്ചയായിട്ടും അതെ. He was tempted to sin but he said no. പാപം ചെയ്യുവാനായിട്ട് പരീക്ഷിക്കപ്പെട്ടു, എന്നാൽ വേണ്ട എന്ന് പറഞ്ഞു. Okay, now let's turn to Hebrews chapter 4. ഇപ്പോൾ നമുക്ക് എബ്രായ ലേഖനം 4-ാം അധ്യായത്തിലേക്ക് നമുക്ക് ശ്രദ്ധ തിരിക്കാം. Remember, Jesus was full of the Spirit and went to be tempted. നിങ്ങൾ ഓർക്കുക, യേശുക്രിസ്തു പരിശുദ്ധാത്മാവ് നിറവുള്ളവനായി ശേഷം പരീക്ഷിക്കപ്പെടുവാനായിട്ട് വനാന്തരത്തിലേക്ക് പോയി. After being tempted, he returned in the power of the Spirit. പരീക്ഷിക്കപ്പെട്ട ശേഷം, പരീക്ഷയെ ജയിച്ച ശേഷം ആത്മാവിന്റെ ശക്തിയിൽ അവൻ പുറത്തു വന്നു. Praise the Lord if you are filled with the Spirit. നിങ്ങൾക്ക് ആത്മാവിന്റെ നിറവുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അതിനായിട്ട് ദൈവത്തെ now you need to overcome in temptation to have the power of the Spirit. എന്നാൽ ഇപ്പോൾ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തി വേണം എങ്കിൽ നിങ്ങൾ പ്രലോഭനത്തിൽ വിജയിക്കും. Not the gifts of the Spirit. Gifts of the Spirit, even if you fail in temptation, you get. പരിശുദ്ധാത്മാവിന്റെ വരങ്ങളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, ശക്തിയോടെ of the Spirit for a godly life. ദൈവഭക്തിയുള്ള ഒരു ജീവിതത്തിനായിട്ടുള്ള ആത്മാവിന്റെ ശക്തി. Now we read in Hebrews 4. എബ്രായ ലേഖനം 4-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു. We don't have a high priest who cannot sympathize with our weakness, but one who was tempted in all points as we are yet without sin. നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കുവാൻ കഴിയാത്തവനല്ല നമ്മുടെ മഹാപുരോഹിതൻ, പാപം ഒഴികെ സർവ്വത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. Now did you read it in Malayalam? നിങ്ങൾ മലയാളത്തിൽ അത് വായിച്ചോ? പാപം ഒഴികെ, പാപം ഒഴികെ എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. എല്ലാത്തിലും പരിശോധന, എല്ലാത്തിലും സർവ്വത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടു. What does that mean? എന്താണ് അതിന്റെ അർത്ഥം? That means he was tempted in everything except to sin. അതിന്റെ അർത്ഥം അവൻ എല്ലാറ്റിലും പരീക്ഷിക്കപ്പെട്ടു, പക്ഷെ പാപം ചെയ്യുവാനായിട്ട് അവൻ പരീക്ഷിക്കപ്പെട്ടില്ല. So what is that? So wasn't he tempted to bow down to Satan? Was that a sin or not? നാം നേരത്തെ കണ്ടില്ലേ, മത്തായി 4-ാം അധ്യായത്തിൽ അവൻ പിശാചിനെ വണങ്ങുവാനായിട്ട് പരീക്ഷിക്കപ്പെട്ടു. അതൊരു പാപമാണോ അല്ലയോ? So how does it say പാപം ഒഴികെ here without sin? പിന്നെ എങ്ങനെയാണ് ഇവിടെ പറയുന്നത്? ഇവിടെ പാപം ഒഴികെ, പാപത്തിൽ അവൻ പരീക്ഷിക്കപ്പെട്ടില്ല, മറ്റു കാര്യങ്ങളിലാണ് പരീക്ഷിക്കപ്പെട്ടത്. Jump down from the temple and commit suicide, is that a sin or not? ഗോപുരത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്യുക എന്നായിട്ട് പറയുന്നത് അതൊരു പാപമാണോ അല്ലയോ? So then how does it say here except to sin? എന്നാൽ പിന്നെ എങ്ങനെയാണ് ഇവിടെ പാപം ഒഴികെ അവൻ മറ്റു കാര്യങ്ങളിൽ പരീക്ഷിക്കപ്പെട്ടു എന്ന് ഇവിടെ പറയുന്നത്? This is a fantastic work that the devil has done in the Malayalam translation of this verse. മലയാളം തർജിമയിൽ ഇപ്രകാരം ഒരു തെറ്റുണ്ടാക്കി പിശാച് ഒരു ആളുകളുടെ മനസ്സിനെ
കണ്ണുകളെ കുരുടാക്കിയിരിക്കുകയാണ്. He has prevented so many people from understanding that Jesus was tempted exactly like us to sin but did not sin. നമ്മെ പോലെ സകലത്തിലും പാപം ചെയ്യുവാനായിട്ട് യേശുക്രിസ്തു പരീക്ഷിക്കപ്പെട്ടു, എന്നാൽ പാപം ചെയ്തില്ല എന്ന് ആളുകൾക്ക് മനസ്സിലാകാതിരിക്കുവാനായിട്ട് പിശാചിന്റെ ഒരു തന്ത്രമാണ്. So many people use this Malayalam Bible to argue with me. എന്നോട് വാദിക്കുവാനായിട്ട് ഈ മലയാളം ബൈബിളും എടുത്ത് പല ആളുകൾ വരാറുണ്ട്. In English it is very clear. ഇംഗ്ലീഷിൽ അത് വളരെ വ്യക്തമാണ്. All the other languages in the world it is clear. ലോകത്തിലുള്ള മറ്റ് എല്ലാ ഭാഷയിലും അത് വളരെ വ്യക്തമാണ്. I don't know why the devil only hit at the Malayalam. എന്തുകൊണ്ടാണ് പിശാചി മലയാളികളെ മാത്രം ഇങ്ങനെ ടാർഗറ്റ് ചെയ്തത്? Even Tamil it is clear, right? തമിഴിലും അത് വളരെ വ്യക്തമാണ്. So I ask such people, ഞാൻ അങ്ങനെ എന്നോട് വാദിക്കുന്ന ആളുകളോട് ചോദിക്കാറുണ്ട്, Jesus was not tempted to sin. Okay. നിങ്ങൾ പറയുന്നു യേശു ക്രിസ്തു പാപം ചെയ്യാൻ പരീക്ഷിക്കപ്പെട്ടില്ല, ശരി. Was he tempted to bow down to the devil? Tell me. അവൻ പിശാചിനെ വണങ്ങുവാനായിട്ട് പരീക്ഷിക്കപ്പെട്ടോ? നിങ്ങൾ പറഞ്ഞാട്ടെ. It's written he was tempted. എഴുതിയിട്ടുണ്ടല്ലോ അങ്ങനെ വണങ്ങുവാൻ പരീക്ഷിക്കപ്പെട്ടു എന്ന്. Is it a sin to bow down to the devil? പിശാചിനെ വണങ്ങുന്നത് പാപമാണോ അല്ലയോ? Yes. അതെ. Then how do you say he was not tempted to sin? പിന്നെ എങ്ങനെയാണ് അവൻ പാപം ചെയ്യാൻ പരീക്ഷിക്കപ്പെട്ടില്ല എന്ന് നിങ്ങൾ പറയുന്നത്? They are not willing to face up to the truth. സത്യം അഭിമുഖീകരിക്കുവാൻ അവർ തയ്യാറല്ല. And this is a great truth because it leads a person to a godly life. ഒരു വ്യക്തിയെ ദൈവഭക്തിയുള്ള ഒരു ജീവിതത്തിലേക്ക് നയിക്കുന്ന ഒരു മഹത്തായ സത്യം ഇത് ആയതുകൊണ്ട് തന്നെ ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. I was born again when I was 19 and a half. 19 വയസ്സുള്ളപ്പോൾ ഞാൻ വീണ്ടും ജനനം പ്രാപിച്ചതാണ്. And in the beginning I started out my Christian life well. ആരംഭത്തിൽ എൻ്റെ ക്രിസ്തീയ ജീവിതം നല്ല രീതിയിലാണ് ഞാൻ തുടങ്ങിയത്. But as I grew older, temptation became so strong. എനിക്ക് പ്രായം ആയി തുടങ്ങിയതോടെ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ പരീക്ഷ വളരെ ശക്തമായി തീർന്നു. Couldn't control my thoughts. എൻ്റെ ചിന്തകളെ എനിക്ക് നിയന്ത്രിക്കുവാൻ I കഴിഞ്ഞില്ല. couldn't control my anger. എൻ്റെ കോപം എനിക്ക് നിയന്ത്രിക്കുവാൻ കഴിഞ്ഞില്ല. I loved money. ഞാൻ പണത്തെ സ്നേഹിച്ചു. And by the time I was 35 years old, 35 വയസ്സ് എനിക്ക് പ്രായമായപ്പോൾ, even though I was a great preacher, ഞാൻ ആ കാലഘട്ടത്തിൽ വളരെ അറിയപ്പെടുന്ന ഒരു പ്രസംഗകനായിരുന്നു എങ്കിലും my external testimony was very good before people. ആളുകളുടെ മുമ്പിലുള്ള എൻ്റെ ബാഹ്യമായ സാക്ഷ്യം വളരെ നല്ലതായിരുന്നു. I didn't drink, I didn't smoke. ഞാൻ കുടിച്ചില്ല, ഞാൻ I didn't cheat anybody. ഞാൻ ആരെയും വഞ്ചിച്ചിരുന്നില്ല. I was not running after women. ഞാൻ സ്ത്രീകളുടെ പുറകെ പോകുന്നില്ലായിരുന്നു. Everything good. എല്ലാം നല്ലത് തന്നെ. But inwardly, എന്നാൽ ആന്തരികമായി corrupt. ജീർണിച്ച അവസ്ഥ. Inside of the cup dirty. ആ കപ്പിന്റെ അകത്ത് വളരെ വൃത്തിഹീനമായിരുന്നു. Thoroughly defeated. പൂർണ്ണമായും തോൽപ്പിക്കപ്പെട്ട അവസ്ഥ. And I came to such a place where I said, Lord, I will not preach anymore. ദൈവമേ, ഞാൻ ഇനിയും തുടർന്ന് പ്രസംഗിക്കുകയില്ല എന്ന് ഞാൻ ദൈവത്തോട് പറഞ്ഞു. I'll give up this full-time work. കർത്താവേ, ഈ പൂർണ്ണ സമയ സുവിശേഷത്തെ ഞാൻ നിർത്തുകയാണ്. Go and do some other work and sit at the back of a church and never preach again. കർത്താവേ, മറ്റെന്തെങ്കിലും ജോലി ചെയ്ത് സഭയുടെ പുറകിൽ പോയി ഞാൻ ഇരുന്നോളാം. Because I'm a hypocrite. കർത്താവേ, ഞാൻ ഒരു കാപട്യക്കാരനാണ്. I'm preaching what I'm not practicing. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാകാത്ത കാര്യങ്ങളാണ് ഞാൻ പ്രസംഗിക്കുന്നത്. And I prayed and I cried and I wept and I fasted for many weeks. ഞാൻ പ്രാർത്ഥിക്കുകയും കരയുകയും ഉപവസിക്കുകയും ഒക്കെ പല ആഴ്ചകൾ ഞാൻ ചെയ്തു. I said, Lord, I'm defeated, I don't know what to do. കർത്താവേ, ഞാൻ തോൽപ്പിക്കപ്പെട്ടിരിക്കുന്നു, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. I have tried everything. ഞാൻ എല്ലാം ശ്രമിച്ചു നോക്കി. I have tried to resist, again I fall. ഞാൻ എതിർക്കുവാൻ ശ്രമിച്ചു, വീണ്ടും ഞാൻ വീഴുന്നു. I want you to do something for me. ദൈവമേ, എൻ്റെ ജീവിതത്തിൽ I ask only for one thing, I said. കർത്താവേ, ഞാൻ ഒരു കാര്യം മാത്രം അങ്ങയോട് ചോദിക്കുന്നു. Make my inner life equal to what I'm preaching. കർത്താവേ, ഞാൻ പ്രസംഗിക്കുന്ന ഈ കാര്യങ്ങളോട് തുല്യമായി എൻ്റെ ആന്തരിക ജീവിതത്തെയും അങ്ങ് മാറ്റണം. The victorious life I preach must be true in my inner life. കർത്താവേ, ഞാൻ സംസാരിക്കുന്ന, ഞാൻ പ്രസംഗിക്കുന്ന ഈ വിജയകരമായ ജീവിതം എൻ്റെ ആന്തരിക ജീവിതത്തിൽ അത് യാഥാർത്ഥ്യമായി തീരണം. But I was preaching the victorious life, but my inner life was defeated. ഞാൻ ഒരു വിജയകരമായ ജീവിതത്തെക്കുറിച്ച് സംസാരിക്കുന്നു, പക്ഷേ എൻ്റെ ആന്തരിക ജീവിതം പരാജയപ്പെട്ടതാണ്. One day, I was preaching in those days in a Baptist church. ഞാൻ ആ കാലഘട്ടങ്ങളിൽ ഒരു ബാപ്റ്റിസ്റ്റ് ചർച്ചിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. One Sunday morning, ഒരു ഞായറാഴ്ച രാവിലെ, before I remember the date, January 12th, 1975.
1975 ജനുവരി 12 ആ ദിവസം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. The Lord said to me before I went to preach, before I went to the church that morning. ആ രാവിലെ ഞാൻ സഭയിൽ പോകുന്നതിന് മുമ്പ് ദൈവം എന്നോട് പറഞ്ഞു. This is long before CFC started. CFC ഒക്കെ തുടങ്ങുന്നതിന് വളരെ നാളുകൾക്ക് മുമ്പ്. It was a Baptist church. ഇത് ഒരു ബാപ്റ്റിസ്റ്റ് സഭയാണ്. The Lord said, "Will you stand up in that church and say, I am a big hypocrite?" നീ ആ സഭയിൽ എഴുന്നേറ്റ് നിന്ന് ഞാൻ വലിയ ഒരു കാപട്യക്കാരനാണ് എന്ന് നീ എഴുന്നേറ്റ് നിന്ന് പറയൂ. I have preached to you, but I do not live according to that in my life. ഞാൻ നിങ്ങളോട് ഈ കാര്യങ്ങൾ പ്രസംഗിച്ചിട്ടുണ്ട്, പക്ഷേ ആ പ്രസംഗത്തിനനുസരിച്ച് ഞാൻ എൻ്റെ ജീവിതത്തിൽ ജീവിക്കുന്നില്ല. I said, "Yes, Lord, I'll do anything. I am fed up of my defeated life." ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം കർത്താവേ, എൻ്റെ ഈ തോൽപ്പിക്കപ്പെട്ട ജീവിതം കൊണ്ട് ഞാൻ മടുത്തിരിക്കുന്നു. You know, it's very humiliating for a preacher, a respected international, and I was traveling many countries, preacher to get up and say, "I am a hypocrite." പല രാജ്യങ്ങളിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്ന ആ കാലയളവിൽ ഞാൻ പല രാജ്യങ്ങളിൽ സഞ്ചരിച്ച് പ്രസംഗിക്കുമായിരുന്നു. അങ്ങനെയുള്ളൊരു പ്രസംഗകൻ സഭയിൽ എഴുന്നേറ്റ് നിന്ന് ഞാനൊരു കാപട്യക്കാരനാണ് എന്ന് പറയുന്നത് വളരെയധികം ആളുകൾ നിന്ദിക്കുന്ന ഒരു കാര്യം. But I said, "Lord, I don't care. I'll do anything you say." കർത്താവേ, അങ്ങ് പറയുന്ന എന്ത് കാര്യവും ഞാൻ ചെയ്യുവാൻ തയ്യാറാണ്. I have discovered that God has to break us before he can fill us. ദൈവം നമ്മെ നിറയ്ക്കുന്നതിന് മുമ്പ് ദൈവം നമ്മെ നുറുക്കണം എന്ന് ഞാൻ അറിയുന്നു. Before he can use us. നമ്മെ ഉപയോഗിക്കുന്നതിന് മുമ്പ്. It's not enough that God blesses us. ദൈവം നമ്മെ അനുഗ്രഹിക്കുക മാത്രം പോരാ. He has to break us. അവൻ നമ്മെ നുറുക്കുകയും ചെയ്യണം. You remember the 5 loaves? നിങ്ങൾക്ക് ആ അഞ്ചപ്പത്തെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ. Jesus blessed it. യേശു ക്രിസ്തു അഞ്ചപ്പത്തെ അനുഗ്രഹിച്ചു. It was still 5 loaves. തുടർന്നും അത് അഞ്ചപ്പമായി തന്നെയിരുന്നു. Only one person could have eaten. ഒരു വ്യക്തിക്ക് മാത്രമേ അത് കഴിക്കുവാൻ സാധ്യമാകൂ. But when he broke it, എന്നാൽ അവൻ ആ അപ്പത്തെ നുറുക്കിയപ്പോൾ that became thousands of loaves that 5,000 people could eat. ആയിരക്കണക്കിന് അപ്പ കഷ്ണങ്ങളായി മാറി 5000 പേർക്ക് ഭുജിക്കുവാനായിട്ട് അത് മതിയായതായിരുന്നു. Remember this. നിങ്ങൾ അത് ഓർക്കുക. When he blessed it, it was still 5 loaves. അവൻ അനുഗ്രഹിച്ച ശേഷവും അത് അഞ്ചപ്പം തന്നെയായിരുന്നു. When it broke it, it became 25,000. എന്നാൽ അത് നുറുക്കിയ ശേഷം അത് 25,000 loaves. 25,000 കഷ്ണങ്ങളായി മാറി. God may bless you. ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചേക്കാം. Many people say, "Lord, bless me, bless me, bless me." അനേക ആളുകൾ ദൈവമേ എന്നെ അനുഗ്രഹിക്കണമേ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പറയാം. പറയാം. And he blesses you. അവൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. But you have then to pray, "Lord, break me." എന്നാൽ നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം, ദൈവമേ എന്നെ നുറുക്കണം. Break my pride. കർത്താവേ എൻ്റെ നിഗളത്തെ അങ്ങ് നുറുക്കണം. Humble me. കർത്താവേ എന്നെ താഴ്ത്തണമേ. Break me and feed the multitudes through me. കർത്താവേ എന്നെ നുറുക്കി അനേകായിരങ്ങൾക്ക് എന്നിലൂടെ അങ്ങ് ഭക്ഷണം നൽകണമേ. That is what God had to do. He had to break me by making me publicly say, "I am a hypocrite." ഞാനൊരു കാപട്യക്കാരനാണ് എന്ന് പൊതുസഭയിൽ പറഞ്ഞ് എന്നെ നുറുക്കുവാനായിട്ട് ദൈവം that day ആ ദിവസം God met with me and filled me with the Holy Spirit. ആ ദിവസമാണ് ദൈവം എന്നെ സന്ദർശിക്കുകയും പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കുകയും and changed my life. എൻ്റെ ജീവിതത്തെ മാറ്റി. Turned my life around. എൻ്റെ ജീവിതത്തെ നേരെ എതിർദിശയിലേക്ക് അവൻ മാറ്റി. I didn't become perfect in one day. ഒരു ദിവസം കൊണ്ട് ഞാൻ പൂർണ്ണനായി മാറിയില്ല. But from that day my life started going up and up and up and up and up and up. എന്നാൽ ആ ദിവസം മുതൽ എൻ്റെ ജീവിതം മുകളിലേക്ക് അത് ഉയർന്ന് വളരുവാനായിട്ട് തുടങ്ങി. All these 40 years it's been going that way. ഈ കഴിഞ്ഞ 40 വർഷങ്ങളും അത് ഈ പ്രകാരം മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. And that is the time God began to show me Jesus came like you. നിന്നെപ്പോലെ യേശുക്രിസ്തു എന്നെപ്പോലെ യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നു എന്ന് ആ കാലയളവിലാണ് കർത്താവ് എന്നെ കാണിക്കുവാൻ. നിന്നെപ്പോലെ അവനും പരീക്ഷിക്കപ്പെട്ടു. Tempted like you in every point. എല്ലാ മേഖലയിലും നിന്നെപ്പോലെ പരീക്ഷിക്കപ്പെട്ടു. And did not sin. എന്നാൽ ഒരിക്കൽ പോലും പാപം ചെയ്തില്ല. Follow him. അവനെ നീ പിൻപറ്റുക. Then I understood how to get victory over sin. അപ്പോഴാണ് വിജയകരമായ ഒരു ജീവിതത്തിന്റെ രഹസ്യം എനിക്ക് മനസ്സിലായത്. It says here Jesus was tempted in all points as we are but did not sin. ഇവിടെ നാം വായിക്കുന്നത് സകലത്തിലും നമുക്ക് തുല്യനായി അവൻ പരീക്ഷിക്കപ്പെട്ടെങ്കിലും ഒരിക്കൽ പോലും പാപം ചെയ്തില്ല. So what? അതുകൊണ്ട് എന്താണ്? So verse 16, let us therefore do something. 16-ാം വാക്യത്തിൽ പറയുന്നു, അതുകൊണ്ട് നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാം. What shall we do? നാം എന്താണ് ചെയ്യേണ്ടത്? Since he was tempted and did not sin. അവൻ പരീക്ഷിക്കപ്പെട്ടു എന്നാൽ പാപം ചെയ്തില്ല, അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? Let us also go to the throne of grace. നമുക്കും
കരുണ ലഭിക്കുവാൻ കൃപാസനത്തിലേക്ക് And first of all, get mercy for all our past failure. നമ്മുടെ കഴിഞ്ഞ കാലത്തിലെ പാപങ്ങൾക്കായിട്ട് നമുക്ക് കരുണ ആവശ്യമാണ്. And then get grace to help us in our time of need, which is our time of temptation. കരുണ ലഭിച്ച ശേഷം നമുക്ക് തക്ക സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിക്കുവാനായിട്ട്, പരീക്ഷിക്കപ്പെടുന്ന സമയത്ത് കൃപ ലഭിക്കുവാനായിട്ട് അവന്റെ കൃപാസനത്തിലേക്ക് നമുക്ക് ചെല്ലാം. If you don't already know it, there's a different two words here, mercy and grace. നിങ്ങൾക്ക് ഇതുവരെ അറിയില്ലെങ്കിൽ ഇവിടെ രണ്ട് വാക്കുകളുണ്ട്, കരുണ, കൃപ. It's good for all of you to know it. Mercy is for my past life, verse 16. കരുണ എന്നുള്ളത് 16-ാം വാക്യത്തിൽ നാം കാണുന്ന കരുണ നമ്മുടെ കഴിഞ്ഞ കാല ജീവിതത്തിലെ പാപത്തിന്റെ ക്ഷമയ്ക്ക് വേണ്ടിയുള്ള, all our past failures. നമ്മുടെ കഴിഞ്ഞ കാല ജീവിതത്തിലെ എല്ലാ പാപങ്ങളും തോൽവികളും. Jesus never needed mercy because he never sinned. യേശുക്രിസ്തു ഒരിക്കൽ പോലും പാപം ചെയ്തില്ല, അതുകൊണ്ട് യേശുക്രിസ്തുവിന് കരുണയ്ക്ക് ആവശ്യമില്ലായിരുന്നു. We need mercy because we have failed so many times. എന്നാൽ നാം അനേക പ്രാവശ്യം തോൽപ്പിക്കപ്പെട്ടതുകൊണ്ട് നമുക്ക് കരുണ ആവശ്യമാണ്. Grace is for the future. കൃപ ഭാവിക്ക് വേണ്ടിയാണ്. That today when I am tempted, I need grace. ഇന്ന് ഞാൻ പരീക്ഷിക്കപ്പെടുമ്പോൾ എനിക്ക് കൃപ ആവശ്യമാണ്, not mercy. എനിക്ക് ഇന്ന് കരുണയല്ല. Mercy is forgiveness. കരുണ പാപക്ഷമയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. Grace is for victory. കൃപ ജയത്തിന് വേണ്ടിയുള്ളത്. Remember this. ഇത് നിങ്ങൾ ഓർക്കുക. Mercy is to forgive your sin. കരുണ നിങ്ങളുടെ പാപത്തെ ക്ഷമിക്കുന്നു. Grace is to give you victory over sin. കൃപ നിങ്ങൾക്ക് പാപത്തിന്റെ മേൽ ജയം നൽകുന്നതിന് വേണ്ടി. Jesus was tempted like us and did not sin. യേശുക്രിസ്തു നമ്മെ പോലെ പരീക്ഷിക്കപ്പെട്ട് പാപം ചെയ്യാതിരുന്നത് Let us കൊണ്ട് also come to the throne of grace and get grace to help us in our time of temptation. നമുക്കും തക്ക സമയത്ത് സഹായത്തിനുള്ള കൃപ ലഭിക്കുവാനായിട്ട് ധൈര്യത്തോടെ കൃപാസനത്തിലേക്ക് ചെല്ലാം. So come to Romans 6 and 14. റോമാലേഖനം 6-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിലേക്ക് വരിക. What happens to us when grace comes upon us? നമ്മുടെ മേൽ ദൈവത്തിന്റെ കൃപ ഇറങ്ങി വരുമ്പോൾ എന്താണ് സംഭവിക്കുക? If grace is over me like an umbrella, എൻ്റെ മുകളിൽ ഒരു കുട പോലെ ദൈവത്തിന്റെ കൃപയുണ്ടെങ്കിൽ the rain of sin cannot even touch me. പാപത്തിന്റെ മഴ എന്നെ തൊടുവാനായിട്ട് കഴിയുകയില്ല. If you don't have the umbrella, then sin will just fall on you all the time. നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ കുടയില്ല എങ്കിൽ പാപം നിങ്ങളുടെ മേലെല്ലാം വീണുകൊണ്ടിരിക്കും. Grace is like an umbrella. കൃപ അത് ഒരു കുട പോലെയാണ്. If I am under this umbrella, ഈ കുടയ്ക്ക് കീഴിലാണ് ഞാനെങ്കിൽ sin cannot touch me. പാപത്തിന് എന്നെ തൊടുവാൻ കഴിയുകയില്ല. If I don't have the umbrella, എന്നാൽ ഈ കുട എനിക്കില്ലെങ്കിൽ all my effort and all, sin will overcome me. എന്റെ എത്രമാത്രം ഞാൻ അധ്വാനിച്ചാലും തീരുമാനമെടുത്താലും പാപം എന്നെ മേൽക്കൊള്ളും. In the old covenant, nobody could get grace. പഴയ ഉടമ്പടിയുടെ കാലഘട്ടത്തിൽ ആർക്കും ഈ കൃപ പ്രാപ്യമായിരുന്നില്ല. John chapter 1, യോഹന്നാൻ 1-ാം അധ്യായം verse 17. 1-ാം അധ്യായം 17-ാം വാക്യം. The law came through Moses. ന്യായപ്രമാണം മോശയിലൂടെ വന്നു. Grace came through Jesus Christ. കൃപയും യേശുക്രിസ്തു മൂലമാണ് വന്നത്. Do you know there was no grace in this world till Jesus came? യേശുക്രിസ്തു വന്നതുവരെ ഈ ലോകത്തിൽ കൃപയില്ലായിരുന്നു എന്ന് നിങ്ങൾക്കറിയാമോ? Only when Jesus came, grace came. യേശുക്രിസ്തു വന്നപ്പോഴാണ് കൃപ വന്നത്. Now we can get grace. ഇപ്പോൾ നമുക്ക് കൃപ ലഭിക്കുവാൻ Now കഴിയും. we must ask one question. ഇപ്പോൾ നാം ഒരു ചോദ്യം ചോദിക്കണം. Who was the first person who came under this umbrella of grace? കൃപയുടെ കുടക്കീഴിൽ വന്ന ആദ്യത്തെ വ്യക്തി ആരായിരുന്നു? Who do you think it was? അതാരായിരുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുന്നു? Was it Peter? പത്രോസായിരുന്നു? Or James? യാക്കോബായിരുന്നു? Or John? യോഹന്നാനായിരുന്നു? None of them. അവരാരുമല്ല. It was Jesus. അത് യേശുവായിരുന്നു. He needed grace. യേശുക്രിസ്തുവിന് കൃപ ആവശ്യമായിരുന്നു. Many people don't know that. അനേകർക്ക് ആ കാര്യം അറിയില്ല. Why did he not sin? യേശുക്രിസ്തു എന്തുകൊണ്ടാണ് പാപം Because he was ചെയ്യാതിരുന്നത്? under grace. യേശുക്രിസ്തു കൃപയുടെ കുടക്കീഴിലായിരുന്നു. Even Jesus. യേശുക്രിസ്തുവിന് പോലും. I'll show it to you. Don't ever believe any preacher unless he can show it to you in the Bible. ദൈവവചനത്തിൽ നിന്ന് നിങ്ങൾക്ക് കാര്യങ്ങളെ വ്യക്തമായിട്ട് കാണിച്ചു തരുവാൻ കഴിയാത്ത ഒരു പ്രസംഗനെ നിങ്ങൾ വിശ്വസിക്കരുത്. Luke chapter 2. ലൂക്കോസ് 2-ാം അധ്യായം verse 40. 40-ാം വാക്യം. The child Jesus, referring to Jesus as a child, യേശുക്രിസ്തുവിനെ ഒരു കുഞ്ഞായിട്ട് പരാമർശിച്ചുകൊണ്ട് ഇവിടെ വായിക്കുന്നു. continued to grow, പൈതൽ വളർന്നു, become strong, ജ്ഞാനം നിറഞ്ഞു, and ആത്മാവിൽ increased in wisdom, ജ്ഞാനം നിറഞ്ഞു, and the grace of God was upon him. ദൈവകൃപ അവന്മേൽ ഉണ്ടായിരുന്നു. Like an umbrella. ഒരു കുട പോലെ ദൈവകൃപ അവന്റെ മേൽ ഉണ്ടായിരുന്നു. Over him means he was under grace.
അതിന്റെ അർത്ഥം എന്താണ്? അവൻ കൃപയുടെ And when കുടക്കീഴിലായിരുന്നു. you're under grace, sin cannot have dominion over you. നാം കൃപയുടെ കീഴിലാണെങ്കിൽ പാപത്തിന് നമ്മുടെ മേൽ കർത്തൃത്വം നടത്തുവാൻ കഴിയുകയില്ല. From childhood, the grace was upon him. തന്റെ ചെറുപ്രായം മുതൽ കൃപയുടെ കുടക്കീഴിലാണ് യേശുക്രിസ്തു വളർന്നത്. And he never went outside that umbrella. ആ കുടയുടെ കീഴിൽ നിന്ന് അവൻ ഒരിക്കൽ പോലും So he മാറിപ്പോയില്ല. never sinned. അതുകൊണ്ട് തന്നെ ഒരിക്കൽ പോലും യേശുക്രിസ്തു Wherever he went, he was under this big umbrella of grace. എവിടെയൊക്കെ യേശുക്രിസ്തു പോയോ അവിടെയൊക്കെ ഈ കൃപയുടെ വലിയ കുടക്കീഴിലായിരുന്നു അവൻ. That's how he started his life. അവന്റെ ജീവിതം അവൻ അങ്ങനെയാണ് തുടങ്ങിയത്. Let's see how he ended his life. അവന്റെ ജീവിതം അവസാനിപ്പിച്ചത് എങ്ങനെയാണ് എന്ന് നമുക്ക് You നോക്കാം. know that most difficult temptation when he went to the cross. ക്രൂശിലേക്ക് പോയപ്പോൾ ഏറ്റവും കഠിനമായ പരീക്ഷ അവൻ അഭിമുഖീകരിക്കേണ്ടി വന്നു. How did he go to the cross to face such a painful death? ഇങ്ങനെയുള്ള വേദനാജനകമായ ഒരു മരണം അനുഭവിക്കുവാനായിട്ട് അവൻ എങ്ങനെയാണ് ക്രൂശിലേക്ക് പോയത്? Hebrews chapter 2 and verse 9. എബ്രായ ലേഖനം 2-ാം അധ്യായം 9-ാം വാക്യം. We see Jesus, who was made a little lower than the angels because of the suffering of death, crowned with glory and honor. ദൂതന്മാരിൽ അല്പം താഴ്ച വന്നവനായി യേശു മരണം അനുഭവിച്ചുകൊണ്ട് അവനെ മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി നാം കാണുന്നു. And then it says that he tasted death for everyone. How? By the grace of God. എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിച്ചു എന്ന് 9-ാം വാക്യത്തിന്റെ ആദ്യ ഭാഗത്ത് നാം കാണുന്നു. അതെങ്ങനെയാണ്? ദൈവകൃപയാൽ എന്ന് നമ്മൾ ആദ്യത്തെ You വാക്ക്. say, Lord, how did you taste this terrible death? കർത്താവേ, അങ്ങ് ഈ ക്രൂരമായ മരണം അങ്ങ് എങ്ങനെയാണ് സഹിച്ചത്? You'll say, by the grace of God. ദൈവകൃപയാൽ. So we saw in Luke 2:40, he began with the grace of God. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ പൈതലായിരുന്നപ്പോൾ ദൈവകൃപയുടെ We see കുടക്കീഴിലാണ് in അവൻ Hebrews തുടങ്ങിയത്. 2:9, he ended with the grace of God. എബ്രായ ലേഖനം 2-ാം അധ്യായത്തിൽ നാം കാണുന്നത് ദൈവകൃപയാൽ മരണം ആസ്വദിച്ചുകൊണ്ടാണ് അവന്റെ ജീവിതം അവൻ അവസാനിപ്പിച്ചത്. That is from birth to death, he was under the grace of God, he never sinned. അതിന്റെ അർത്ഥം പിറപ്പ് മുതൽ അവന്റെ അവസാനം വരെ കൃപയുടെ കുടക്കീഴിലായിരുന്നു. അവൻ ഒരിക്കൽ പോലും പാപം ചെയ്തില്ല. And he has shown us that we can also live under that grace all the time. നമുക്കും എപ്പോഴും ഈ കൃപയുടെ കുടക്കീഴിൽ ജീവിക്കുവാൻ കഴിയുമെന്ന് ജീവിതത്തിലൂടെ യേശുക്രിസ്തു നമുക്ക് കാണിച്ചു തന്നു. That's why it says in Hebrews 4:16, let us now go to the throne of grace boldly. അതുകൊണ്ടാണ് ധൈര്യത്തോടെ നമുക്കും കൃപാസനത്തിലേക്ക് ദൈവകൃപയ്ക്കായിട്ട് പോകാമെന്ന് നാം കാണുന്നത്. Give me the same grace that you gave to Jesus. യേശുക്രിസ്തുവിന് കൊടുത്ത അതേ ദൈവകൃപ ദൈവമേ എനിക്കും അങ്ങ് നൽകണമേ. He was tempted like me. എന്നെ പോലെ അവന് പരീക്ഷിക്കപ്പെട്ടല്ലോ. So what I did when I understood this truth when I was about 36 years old. എനിക്ക് ഏകദേശം 36 വയസ്സ് പ്രായമുള്ള സമയത്ത് ഈ സത്യം ഞാൻ മനസ്സിലാക്കിയ സമയത്ത് nearly 40 years ago. ഏകദേശം 40 വർഷങ്ങൾക്ക് മുമ്പ്. I was still a young man, 36 years old. ആ സമയത്ത് ഞാനൊരു 36 വയസ്സുള്ള ചെറുപ്പക്കാരനായിരുന്നു. Tempted with all the things 36 years old people can be tempted by. 36 വയസ്സ് പ്രായമുള്ള ആ ചെറുപ്പക്കാർ അവർക്ക് പ്രലോഭിക്കപ്പെടുവാൻ സാധ്യതയുള്ള എല്ലാ മേഖലകളിലും പരീക്ഷിക്കപ്പെട്ടവനായി. Whenever I was tempted, എനിക്ക് പ്രലോഭനം ഉണ്ടായ സമയത്തെല്ലാം I would say, Lord Jesus, when you were in Nazareth, you were tempted exactly like I am being tempted now. കർത്താവേ, അങ്ങ് നസ്രയത്തിൽ ജീവിച്ചപ്പോൾ ഞാനിപ്പോൾ പരീക്ഷിക്കപ്പെടുന്നത് പോലെ അതുപോലെ തന്നെ അങ്ങും അവിടെ പരീക്ഷിക്കപ്പെട്ടല്ലോ. I used to shut my eyes and think, how did Jesus face this temptation when he was in Nazareth? അവിടെ നസ്രയത്തിൽ ജീവിച്ചപ്പോൾ ഈ പരീക്ഷ യേശുക്രിസ്തു എങ്ങനെയാണ് സഹിച്ചത് എന്ന് ഞാൻ കണ്ണുമടച്ച് ധ്യാനിക്കുമായിരുന്നു. And I try to understand, what did he do? ആ സമയത്ത് യേശുക്രിസ്തു എന്താണ് ചെയ്തത് എന്ന് ഞാൻ ധ്യാനിക്കും. I want to do the same thing. ആ കാര്യം തന്നെ ഞാനും ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. If he overcame, I can also overcome. അവൻ ജയിച്ചുവെങ്കിൽ എനിക്കും ജയിക്കുവാൻ കഴിയും. I'm told to go to the throne of grace and pray for grace. കൃപാസനത്തിലേക്ക് പോയി കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ. Did he also pray like that? കർത്താവേ, അങ്ങും അങ്ങനെ പ്രാർത്ഥിച്ചു. So I read in Hebrews chapter 5. അതുകൊണ്ട് ഞാൻ എബ്രായ ലേഖനം 5-ാം അധ്യായത്തിൽ ഞാൻ ഇപ്രകാരം വായിച്ചു. Verse 7. 7-ാം വാക്യം. In the days of his flesh. തന്റെ ഐഹിക ജീവിത കാലത്ത്. That means 33 and a half years. 33.5 വർഷം. ഐഹിക ജീവിതകാലം എന്ന് പറഞ്ഞാൽ 33.5 വർഷം. This is not talking about the last day of his flesh in Gethsemane. തന്റെ ജീവിതത്തിന്റെ ഏറ്റവും അവസാന നാളിലുള്ള ഗെത്സമനെ തോട്ടത്തിലെ ആ നാളിനെ കുറിച്ചല്ല ഇത് പറയുന്നത്. തന്റെ ഐഹിക ജീവിത കാലത്ത് തന്റെ ഈ ജഡത്തിൽ ഈ ലോകത്തിൽ ജീവിച്ച ആ കാലയളവിൽ അവിടെ അവൻ അപേക്ഷയും അഭയാചനയും കഴിച്ചു. അപേക്ഷ എന്ന് പറയുന്നത് അത് പൊതുവായിട്ടുള്ളതാണ്. എന്നെ അനുഗ്രഹിക്കും,
എന്നെ സഹായിക്കും. Supplication means specifically this particular sin that's tempting me now, I want to overcome it. അഭയയാചന എന്ന് പറയുന്നത് അത് വളരെ കൃത്യതയോടെ എന്നെ ഇപ്പോൾ പരീക്ഷിക്കുന്ന ഈ പ്രത്യേക കാര്യത്തിൽ നിന്ന് എനിക്ക് വിടുതൽ. And how did he pray? അവൻ എങ്ങനെയാണ് പ്രാർത്ഥിച്ചത്? With loud crying and tears. ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ. Can you imagine Jesus, the Son of God, praying, "Oh Father, help me." ദൈവപുത്രനായ യേശുക്രിസ്തു, പിതാവേ എന്നെ സഹായിക്കണമേ, Keep me under grace. കൃപയിൽ എന്നെ സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് ചിന്തിക്കുവാൻ കഴിയും. Tears coming down his eyes. അവന്റെ കണ്ണിലൂടെ ധാരധാരയായി കണ്ണുനീർ ഒഴുക്കിക്കൊണ്ട് loud crying. ഉച്ചത്തിലുള്ള നിലവിളി. That's why he used to go to the wilderness to pray. അതുകൊണ്ടാണ് അവൻ വനാന്തരത്തിലേക്ക് പ്രാർത്ഥിക്കാനായിട്ട് പോയത്. So that he didn't disturb anybody. മറ്റാരെയും അവൻ ശല്യപ്പെടുത്താതിരിക്കുവാൻ. And what was he praying? അവിടെ എന്താണ് അവൻ പ്രാർത്ഥിച്ചത്? Father, you are able to save me from death. പിതാവേ എന്നെ മരണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ അങ്ങേക്ക് കഴിയും. Now there are two types of death. രണ്ട് തരത്തിലുള്ള മരണമുണ്ട്. Physical death, spiritual death. ആത്മീയ മരണം, ഭൗതിക മരണം. Was Jesus praying to be saved from physical death or spiritual death? ഇവിടെ യേശുക്രിസ്തു തന്റെ ശാരീരിക മരണത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുവാൻ വേണ്ടിയാണോ പ്രാർത്ഥിച്ചത്, അതോ ആത്മീയ മരണത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുവാൻ വേണ്ടിയാണോ പ്രാർത്ഥിച്ചത്? Very easy to find out. ഇത് കണ്ടുപിടിക്കുന്നത് വളരെ എളുപ്പമാണ്. It says his prayer was heard. അവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചു എന്നാണ് ആ വാക്യത്തിന്റെ അവസാന ഭാഗത്ത് വായിക്കുന്നത്. Then we know it's not physical death because he died physically. അവന് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചു എന്ന് പറയുന്നത് കൊണ്ട് തന്നെ അത് ഭൗതിക മരണമല്ല എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം. കാരണം അവൻ ക്രൂശിൽ മരിച്ചല്ലോ. I cannot imagine Jesus being such a coward saying, "Oh, please don't let me die." എന്നെ ഞാൻ മരിക്കില്ലേ കർത്താവേ എന്ന് അവൻ പ്രാർത്ഥിക്കുന്നത് പോലെ ഒരു ഭീരുവാണ് എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. Even the Christian martyrs would go singing when they were thrown to the lions. സിംഹത്തിന്റെ ഗുഹയിലേക്ക് ഇട്ടപ്പോൾ ക്രിസ്തീയ രക്തസാക്ഷികൾ പോലും അവര് പാട്ടുപാടിക്കൊണ്ടാണ് ഈ ഗുഹയിലേക്ക് പോയത്. So Jesus was not a coward. യേശുക്രിസ്തു അപ്രകാരം ഒരു ഭീരുവായിരുന്നു. He never prayed to be saved from physical death. തന്റെ ഭൗതികമായ ശാരീരിക മരണത്തിൽ നിന്ന് രക്ഷിക്കപ്പെടണമെന്നല്ല അവൻ പ്രാർത്ഥിച്ചത്. ആത്മീയ മരണം, which is the result of sin. പാപത്തിന്റെ ഫലമായിട്ടുള്ള ആത്മീക മരണം. Father, I don't even want the smell of that in my life. കർത്താവേ, ആത്മീക മരണത്തിന്റെ ഒരു മണം പോലും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകരുത്. You know how Jesus hated sin? യേശുക്രിസ്തു എങ്ങനെയാണ് പാപത്തെ വെറുത്തത് നിങ്ങൾക്കറിയാമോ? Sometimes when I travel by bus in the villages of India, ഇന്ത്യയുടെ തമിഴ്നാട്ടിലുള്ള വില്ലേജുകളിലേക്ക് ഞാൻ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ, night bus, രാത്രിയിലുള്ള ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ, and some bus stops there is a public latrine. ചില ബസ് സ്റ്റോപ്പുകളിൽ അവിടെ പൊതു കക്കൂസ് ഉണ്ട്. So I want to go there. അവിടെ എനിക്ക് ചിലപ്പോൾ പോകേണ്ടി വരും. So I get down from the bus and go there. ഞാൻ അവിടെ ബസ്സിൽ നിന്ന് ഇറങ്ങി അങ്ങോട്ട് പോകും. And the place is so filthy and so smelly. ആ സ്ഥലം വളരെ വൃത്തിഹീനമാണ്, വളരെ ദുർഗന്ധം വമിക്കുന്ന ഒരു സ്ഥലം. So thank you, I'll go and sit in the bus. വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ ബസ്സിലേക്ക് പോയി തിരിച്ചിരിക്കും. I'll wait till I reach my destination and then go to the bathroom. എൻ്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നത് വരെ കാത്തിരുന്ന് അതിനുശേഷം ഞാൻ ബാത്റൂമിൽ പോകും. I want to go. എനിക്ക് പോകണം, but such a revulsion. പക്ഷെ എനിക്ക് പോകാൻ കഴിയുന്നില്ല, അത്ര വൃത്തിഹീനമാണ്. That is how Jesus hated sin. അങ്ങനെയാണ് യേശുക്രിസ്തു പാപത്തെ വെറുത്തത്. I don't want to do it. I don't want to go there. എനിക്ക് അവിടെ പോകേണ്ട, എനിക്കത് ചെയ്യേണ്ട. And I said, Lord, the way I hated to go to that public toilet, I want to hate sin like that. കർത്താവേ, ആ പൊതു കക്കൂസിൽ പോകുവാനായിട്ട് എനിക്ക് എത്ര വെറുപ്പ് തോന്നിയോ അതുപോലെ പാപത്തെ വെറുക്കുവാൻ എന്നെ സഹായിക്കണമേ. You know, think if you go to a public toilet all full of muck, you don't feel like sitting there. അപ്രകാരം ഒരു പൊതു കക്കൂസിൽ എല്ലാം വൃത്തിഹീനമായി കിടക്കുന്ന അവിടെ പോയി ഇരിക്കുവാനായിട്ട് നിങ്ങൾക്ക് തോന്നുകയില്ല. How you'll just want to go away. That's the way you must turn away from sin. അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് മാറിപ്പോകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങൾ പാപത്തിന്റെ ഇടങ്ങളിൽ നിന്ന് നിങ്ങൾ മാറിപ്പോകണം. Father, I don't want the smell of that in my body. കർത്താവേ, എൻ്റെ ശരീരത്തിൽ പോലും അതിന്റെ ആ ദുർഗന്ധത്തിന്റെ അംശം അടിക്കരുത്. And when the temptation was strong, പരീക്ഷ വളരെ ശക്തമായപ്പോൾ, because sometimes temptation can become very attractive. ചില സമയങ്ങളിൽ ഈ പരീക്ഷ വളരെ ആകർഷണമുള്ളതായി തീരും. It doesn't look so smelly. അത് അപ്പോൾ നാറ്റമുള്ളതായിട്ട് തോന്നുകയില്ല. Lord, protect me.
ആ സമയങ്ങളിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവമേ എന്നെ സൂക്ഷിക്കണം. This is a strong temptation. കർത്താവേ, ഇത് ശക്തിയുള്ള ഒരു പരീക്ഷയാണ്. Please protect me. I don't even want to smell it or touch it. കർത്താവേ, അത് തൊടണ്ട, എനിക്ക് അതിന്റെ മണം പോലും അടിക്കേണ്ട. കർത്താവേ, എന്നെ സൂക്ഷിക്കണമേ. I realized that is how Jesus did not sin. അങ്ങനെയാണ് യേശുക്രിസ്തു പാപം ചെയ്യാതിരുന്നത് എന്ന് Then I looked at my past life. ഞാൻ എൻ്റെ കഴിഞ്ഞകാല ജീവിതത്തെ ഞാൻ നോക്കി. And I saw how I prayed. ഞാൻ എങ്ങനെയാണ് പ്രാർത്ഥിച്ചത് എന്ന് ഞാൻ കണ്ടു. Lord, please give me some victory. കർത്താവേ, എനിക്ക് കുറച്ച് ജയമൊക്കെ തരണേ. Didn't happen. അത് നടന്നില്ല. Okay, Lord, yesterday I fell. Try and give me some victory today. കർത്താവേ, ഇന്നലെ ഞാൻ തോറ്റു, ഇന്ന് എനിക്ക് കുറച്ച് ജയം തരണേ. Nothing happened. ഒന്നും സംഭവിച്ചില്ല. I'll pray a little bit tomorrow. നാളെ വീണ്ടും പ്രാർത്ഥിക്കും. Nothing will happen. ഒന്നും സംഭവിക്കുകയില്ല. I said, Lord, I'm not serious. That's why. കർത്താവേ, ഞാൻ ഗൗരവബോധമുള്ളവനല്ല, അതാണ് കാരണം. Think if your only child is in a hospital and the doctors have given up hope, is going to die. നിങ്ങളുടെ ഏക കുഞ്ഞ് ആശുപത്രിയിലാണ്, മരിക്കുവാൻ പോകുന്നു എന്ന് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നു. How will you pray? നിങ്ങൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കുക? You won't pray, Lord, will you please heal my child? കർത്താവേ, എൻ്റെ കുഞ്ഞിനെ അങ്ങ് സൗഖ്യമാക്കുമോ എന്ന് ലാഘവത്തോടു കൂടിയല്ല നിങ്ങൾ പ്രാർത്ഥിക്കുക. You'll forget about food, you'll forget about everything and cry out, God, please heal my child. നിങ്ങൾ ഭക്ഷണത്തെക്കുറിച്ച് മറക്കും, മറ്റെല്ലാം മറക്കും. കർത്താവേ, എൻ്റെ കുഞ്ഞിനെ അങ്ങ് സൗഖ്യമാക്കണമേ. When you start praying like that to overcome sin, I tell you, you'll get victory. അപ്രകാരം നിങ്ങൾ പാപത്തെ ജയിക്കുവാനായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ജയം ലഭിക്കുമെന്ന് ഞാൻ പറയട്ടെ. So I learned that Jesus is my example. യേശുക്രിസ്തു എൻ്റെ മുന്നോടിയാണ്, എൻ്റെ മാതൃകയാണ് എന്ന് ഞാൻ പഠിച്ചു. I used to say, Lord, when you were in Nazareth, you were tempted just like I am being tempted now. കർത്താവേ, ഞാനിപ്പോൾ പരീക്ഷിക്കപ്പെടുന്നത് പോലെ നസ്രയത്തിലേക്ക് പോകുമ്പോൾ ഞാൻ പരീക്ഷിക്കപ്പെടുന്നു. Let me give you an example from the Old Testament. പഴയ നിയമത്തിൽ നിന്ന് ഞാൻ ഒരു ഉദാഹരണം പറയട്ടെ. Exodus chapter 2. പുറപ്പാട് 2-ാം അധ്യായം. Here we read a picture of the Israelites in bondage. ഇവിടെ ഇതാ ഇസ്രായേൽ മക്കൾ അവര് ബന്ധനത്തിലാണ്. In bondage for 430 years. 400 വർഷങ്ങൾ അവര് ബന്ധനത്തിലാണ്. 430 years. 430 വർഷം ബന്ധനത്തിൽ. And they're sick and tired of their slavery. അവരുടെ അടിമത്തം കൊണ്ട് അവര് ഭാരപ്പെട്ടിരിക്കുന്നു. Now see what it says here. ഇവിടെ എന്താണ്? Exodus chapter 2 verse 23. പുറപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിന്റെ 23-ാം വാക്യം. This is how we can also pray for victory over sin. നമുക്കും പാപത്തിന്റെ മേലുള്ള ജയത്തിന് വേണ്ടി ഇപ്രകാരം പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയും. The sons of Israel sighed because of the bondage. അടിമവേല നിമിത്തം ഇസ്രായേൽ മക്കൾ നെടുവീർപ്പിട്ട് നിലവിളിച്ചു. You understand that Malayalam? ആ മലയാളം നിങ്ങൾക്ക് മനസ്സിലായോ? നെടുവീർപ്പിട്ട് നിലവിളിച്ചു. What is the correct translation of that in English? It is sighed and cried. Longing. വളരെ തീവ്രമായ ആഗ്രഹത്തോടെ. And they cried out. നിലവിളിച്ചു, ശബ്ദമുയർത്തി കരഞ്ഞു. And their cry for help because of their bondage rose up to God. അടിമവേല ഹേതുവായുള്ള നിലവിളി ദൈവസന്നിധിയിലെത്തി. And God heard their groaning. ദൈവം അവരുടെ നിലവിളി കേട്ടു. And God remembered his covenant. ദൈവം അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടുമുള്ള നിയമം ഓർത്തു. And God took notice of them. ദൈവം അവരെ കടാക്ഷിച്ചു. And next verse he sent Moses. അതിന്റെ അടുത്ത വാക്യത്തിൽ നാം കാണുന്നത് ദൈവം മോശയെ അയച്ചു. I thought of that in relation to our sinful life. പാപകരമായ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് മായുള്ള ബന്ധത്തിൽ ഞാൻ ഈ വാക്യത്തെക്കുറിച്ച് ചിന്തിച്ചു. Some of us are in terrible bondage to some sins. ചില പാപങ്ങൾക്ക് വളരെയധികം അടിമപ്പെട്ടിരിക്കുകയാണ് നമ്മൾ. You know that. നിങ്ങൾക്കതറിയാം. Secret sins. രഹസ്യ You are exactly like those Israelites in slavery to the Egyptians. You are in slavery to some sin. ഈ ഇസ്രായേൽ മക്കൾ ഈജിപ്തിൽ അടിമകളായിരുന്നത് പോലെ ചില രഹസ്യ പാപങ്ങൾക്ക് നിങ്ങൾ അടിമകളാണ്. But do you cry like this? എന്നാൽ ഇതുപോലെ നിങ്ങൾ നിലവിളിക്കുന്നുണ്ടോ? You sigh because of your bondage? നിങ്ങൾ നെടുവീർപ്പിട്ട് ഈ പ്രകാരം നിലവിളിക്കുന്നുണ്ടോ? ഞരക്കത്തോടെ നിങ്ങൾ നിലവിളിക്കുന്നുണ്ടോ? Cry out. നിങ്ങൾ ശബ്ദമുയർത്തി കരയുന്നുണ്ടോ? If you did, God would have heard you. നിങ്ങൾ അപ്രകാരം ചെയ്തിരുന്നുവെങ്കിൽ ദൈവം നിങ്ങളെ കേൾക്കുമായിരുന്നു. We read in Hebrews chapter 5 എബ്രായ ലേഖനം 5-ാം അധ്യായത്തിൽ that when Jesus prayed with loud crying and tears. യേശുക്രിസ്തു ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ പ്രാർത്ഥിച്ചു. Israelites prayed with loud crying and tears. ഇസ്രായേൽ മക്കൾ ഇതാ
ഉറച്ച നിലവിളിയോടെ അവർ പ്രാർത്ഥിച്ചു. When do you cry? നിങ്ങൾ ഇപ്രകാരം കരയുമ്പോൾ, normal prayers we don't cry. സാധാരണ പ്രാർത്ഥനയിൽ നാം കരയാറില്ല. What type of prayers do you cry and pray? നിങ്ങൾ എന്ത് തരം പ്രാർത്ഥനയിലാണ് ഇപ്രകാരം കരഞ്ഞ് പ്രാർത്ഥിക്കാറുള്ളത്? Lord, my only child is dying. The doctors have given up hope. കർത്താവേ, എൻ്റെ ഏക സന്താനം മരിക്കുവാനായിട്ട് പോകുന്നു. I see that child struggling, can't even breathe. കർത്താവേ, ആ കുഞ്ഞ് ഇതാ പ്രയാസപ്പെടുന്നു. Please, ശ്വസിക്കുവാൻ പോലും Lord, please കഴിയുന്നില്ല. heal that child. You can heal that child now. കർത്താവേ, ഇപ്പോൾ ആ കുഞ്ഞിനെ അങ്ങ് സൗഖ്യമാക്കണമേ. The tears are coming down. നിങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകുന്നു. Because you want it so much. നിങ്ങൾക്ക് വളരെയധികം You തീവ്രമായി want നിങ്ങൾ it so much. ആഗ്രഹിക്കുന്നു. Nobody has to tell you to fast. You have no interest in food now. ആരും നിങ്ങളോട് ഉപവസിക്കുവാനായിട്ട് പറയണ്ട. നിങ്ങൾക്ക് ഭക്ഷണത്തിന് വേണ്ടിയുള്ള താല്പര്യം പോലുമില്ല. I've been through times like that when I prayed for my own children. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളിലൂടെ ഞാൻ കടന്നുപോയിട്ടുണ്ട്. And I realized I must pray like that to overcome sin. പാപത്തെ ജയിക്കുവാനായിട്ട് അപ്രകാരം പ്രാർത്ഥിക്കണമെന്ന് With loud എനിക്ക് crying and tears because I hate sin. ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും, കാരണം ഞാൻ പാപത്തെ വെറുക്കുന്നു. I am praying to save that child from death. ആ കുഞ്ഞിനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. And when I am praying against sin, I am praying to save myself from death, spiritual death. ഞാൻ പാപത്തിനെതിരായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ആത്മിക മരണത്തിൽ നിന്നും എന്നെ തന്നെ കാക്കപ്പെടുവാൻ വേണ്ടിയാണ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. We are more serious about that physical death than the spiritual death in us. എന്നാൽ നമ്മിൽ നടക്കുന്ന ആത്മിക മരണത്തെക്കാട്ടിലും അധികമായിട്ട് നാം ഭൗതികമായ മരണത്തെയാണ് നാം ഭയപ്പെടുന്നത്. And so God sees. ദൈവം നമ്മുടെ ഹൃദയത്തെ കാണുന്നു. He's not serious. അവൻ ഗൗരവബോധമുള്ളവനല്ല. It's a casual prayer. അവൻ വളരെ ലാഘവത്തോടു കൂടെയാണ് പ്രാർത്ഥിക്കുന്നത്. Lord, if you can give me some victory. കർത്താവേ, കഴിയുമെങ്കിൽ എനിക്ക് കുറച്ച് ജയം നൽകണം. But I've lived quite comfortably as a good believer in CFC for many years, even committing many sins. പല പാപങ്ങൾ ചെയ്തുകൊണ്ടും CFCയിൽ ഞാൻ നല്ലൊരു വിശ്വാസിയായിട്ട് തുടരുന്നു. Maybe I'm an elder in CFC also, even though I'm defeated in so many areas. പക്ഷേ പല പാപങ്ങളിലും തോറ്റുകൊണ്ട് ഞാൻ CFCയിൽ ഒരു മൂപ്പനായിട്ടും തുടർന്നേക്കാം. I believe I can continue like this for many years also without any problem. എന്നാൽ ഒരു പ്രശ്നവുമില്ലാതെ അനേക വർഷങ്ങൾ ഇപ്രകാരം തുടരുവാൻ കഴിയുമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. God says, okay, continue. ദൈവം പറയുന്നു, നീ തുടർന്നുകൊള്ളുക. Things will never change in your life. നിങ്ങളുടെ ജീവിതത്തിൽ കാര്യങ്ങൾക്ക് ഒരു വ്യത്യാസവും Till സംഭവിക്കുകയില്ല. you see how Jesus lived. യേശു ക്രിസ്തു എങ്ങനെ ജീവിച്ചു എന്ന് നീ കാണുന്നത് വരെ നിന്റെ ജീവിതം മാറുകയില്ല. You very emptily say, I want to be a disciple of Jesus. യേശു ക്രിസ്തുവിന്റെ ശിഷ്യനായി മാറണമെന്ന് നീ അർത്ഥശൂന്യമായിട്ടുള്ള ചില വാക്കുകൾ ഉരുവിട്ടേക്കാം. Do you really want to follow him? എന്നാൽ യഥാർത്ഥത്തിൽ അവനെ പിൻപറ്റുവാൻ നീ ആഗ്രഹിക്കുന്നു. Do you really want to follow him? Hear how he prayed with loud crying and tears that he might never sin. ഒരിക്കൽ പോലും പാപം ചെയ്യരുത് എന്നുള്ള താല്പര്യത്തിൽ ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അവൻ പ്രാർത്ഥിച്ചതുപോലെ അവനെ അനുഗമിക്കുവാൻ നീ താല്പര്യപ്പെടുന്നു. Will you weep if you sin? നീ പാപം ചെയ്താൽ നീ കരയുമോ? I used to do that. ഞാൻ അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു. At night I used to weep and wet my pillow with my tears because of some bad thought came into my mind. രാത്രിയിൽ ഞാൻ കണ്ണുനീരോടെ എന്തെങ്കിലും ഒരു തെറ്റായ ചിന്ത എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നതുകൊണ്ട് ഞാൻ കണ്ണുനീരോടെ എൻ്റെ തലയണ നനച്ചുകൊണ്ട് ഞാൻ കരയുമായിരുന്നു. I didn't harm other people. ഞാൻ But മറ്റാരെയും Lord, I hurt you. ബുദ്ധിമുട്ടിച്ചില്ല, പക്ഷേ ഞാൻ അങ്ങയെ വേദനിപ്പിച്ചു. This thing which crucified you, I'm doing it again. കർത്താവേ, അങ്ങയെ ക്രൂശിച്ച ഈ പാപം ഞാൻ വീണ്ടും ചെയ്യുന്നല്ലോ. I want complete victory. കർത്താവേ, എനിക്ക് പൂർണ്ണ ജയം വേണം. Over all dirty thoughts, കർത്താവേ, ഈ അശുദ്ധ ചിന്തകൾക്ക് മേൽ എനിക്ക് all anger, എല്ലാ കോപത്തിൽ നിന്നും എനിക്ക് ജയം വേണം. all murmuring and complaining, എല്ലാ പിറുപിറുപ്പും മുറുമുറുപ്പിൽ നിന്നും എനിക്ക് വിടുതൽ വേണം. all anxiety. കർത്താവേ, എല്ലാ I ആകാംക്ഷയിലും want എനിക്ക് ജയം വേണം. 100% freedom from the love of money. പണസ്നേഹത്തിൽ നിന്ന് 100% ജയം എനിക്ക് വേണം. I want freedom from bitterness and jealousy. കയ്പിൽ നിന്നും അസൂയയിൽ നിന്നും എനിക്ക് ജയം വേണം. I want freedom from everything that is displeasing you in my life. എൻ്റെ ജീവിതത്തിൽ അങ്ങയുടെ നാമത്തെ ദുഷിക്കുന്ന എല്ലാറ്റിൽ നിന്നും എനിക്ക് സ്വാതന്ത്ര്യം വേണം കർത്താവേ. I want to tell you, ഞാൻ നിങ്ങളോട് പറയട്ടെ, God answered my prayer. ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു. He will do the same for you. നിങ്ങൾക്കും ദൈവം അത് തന്നെ ചെയ്യും. When I understood this wonderful truth, ഈ അത്ഭുതകരമായ സത്യം ഞാൻ മനസ്സിലാക്കിയപ്പോൾ, John 17:23, യോഹന്നാൻ 17:23, that God loves me just like he loved Jesus Christ. ദൈവം യേശു ക്രിസ്തുവിനെ സ്നേഹിച്ചതുപോലെ എന്നെയും സ്നേഹിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലായി. Prayer of Jesus here is that the world may know
that you love them just as you love me. നീ എന്നെ അയച്ചിരിക്കുന്നു എന്നും നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെയും സ്നേഹിക്കുന്നു എന്ന് ലോകം This അറിയുവാൻ. was an absolute revelation in my life. എന്റെ ജീവിതത്തിൽ ഇത് അത്ഭുതകരമായ ഒരു വെളിപ്പാടായിരുന്നു. The Father loves me just as much as he loved Jesus. യേശുവിനെ സ്നേഹിച്ചതുപോലെ പിതാവ് എന്നെ സ്നേഹിക്കുന്നുവോ? He is my Father. അവൻ എൻ്റെ പിതാവാണ്. Then he'll do everything for me that he did for Jesus. അങ്ങനെയെങ്കിൽ യേശുവിന് അവൻ ചെയ്തതെല്ലാം എനിക്ക് വേണ്ടിയും അവൻ ചെയ്യും. If he helped Jesus, he will help me. യേശുവിനെ അവൻ സഹായിച്ചെങ്കിൽ എന്നെയും സഹായിക്കും. Because I am a younger brother of Jesus. കാരണം ഞാൻ യേശുവിന്റെ ഒരു ഇളയ സഹോദരനാണ്. My eyes got open to see that I am a younger brother of Jesus Christ. ഞാൻ യേശുവിന്റെ ഇളയ സഹോദരനാണ് എന്ന് കാണുവാൻ എൻ്റെ ഹൃദയ കണ്ണുകൾ തുറക്കപ്പെട്ടു. Have you seen that you are a younger brother and sister of Jesus Christ? നിങ്ങൾ യേശുക്രിസ്തുവിന്റെ ഒരു ഇളയ സഹോദരനാണ് സഹോദരിയാണ് എന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? Romans 8 verse 29. റോമാലേഖനം 8-ാം അധ്യായം 23-ാം വാക്യം. 29-ാം വാക്യം says, whom he foreknew he predestined to be conformed to the image of his son, that Jesus might be the first among many brothers. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. When Jesus came to earth, he was the only begotten son, John 3:16. യോഹന്നാൻ 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, അവൻ യേശുക്രിസ്തു ഭൂമിയിൽ വന്നപ്പോൾ അവൻ ഏകജാതനായിരുന്നു. Only begotten. ഏകജാതൻ. On the day he rose from the dead, എന്നാൽ അവൻ മരണത്തിൽ നിന്നും ഉയർത്തെഴുന്നേറ്റപ്പോൾ he became the firstborn. അവൻ ആദ്യജാതനായി മാറി. Now he is not only begotten. ഇപ്പോൾ അവൻ ഏകജാതനല്ല. He is never called only begotten after the resurrection. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ശേഷം അവനെ ഏകജാതൻ എന്നല്ല അറിയപ്പെടുന്നത്. Firstborn. അവൻ ആദ്യജാതനാണ്. When I had only one son, he was my only son. എനിക്ക് ഒരു മകൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് അവൻ എൻ്റെ ഏകജാതനായിരുന്നു. When I got other sons, then he became my firstborn. എനിക്ക് മറ്റ് മക്കൾ ഉണ്ടായപ്പോൾ എൻ്റെ ആദ്യത്തെ മകൻ അവൻ ആദ്യജാതനായി. When did Jesus become firstborn? എപ്പോഴാണ് യേശുക്രിസ്തു ആദ്യജാതനായി മാറിയത്? On the day of resurrection, when he told Mary Magdalene, tell my brothers that I have risen. എൻ്റെ സഹോദരന്മാരോട് പോയി ഞാൻ ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുക എന്ന് മഗ്ദലന മറിയത്തോട് യേശുക്രിസ്തു പറഞ്ഞ ആ സമയത്ത് disciples became his brothers. അവന്റെ ശിഷ്യന്മാർ അവന്റെ സഹോദരനായി മാറി. I became a brother. ഞാൻ അവന്റെ ഒരു സഹോദരനായി മാറി. brother of Jesus Christ. നിങ്ങൾ യേശുക്രിസ്തുവിന്റെ സഹോദരനാണ്. You have received Christ as your Lord. നിങ്ങൾ യേശുക്രിസ്തുവിനെ കർത്താവായിട്ട് നിങ്ങൾ സ്വീകരിച്ചു. You are a sister of Jesus if you received Christ as your Lord. യേശുക്രിസ്തുവിനെ കർത്താവായിട്ട് നിങ്ങൾ സ്വീകരിച്ചുവെങ്കിൽ നിങ്ങൾ യേശുക്രിസ്തുവിന്റെ സഹോദരിയാണ്. That's why the highest title we can give to one another is brothers. അതുകൊണ്ടാണ് നമുക്ക് അന്യോന്യം കൊടുക്കുവാൻ കഴിയുന്ന ഏറ്റവും ഉന്നതമായ ഒരു പദവി, ഒരു ടൈറ്റിൽ എന്ന് പറയുന്നത് സഹോദരൻ സഹോദരി. That is why I tell people, don't give me these low down titles. ഈ ഏറ്റവും താഴെയുള്ള ഈ പട്ടങ്ങളൊന്നും എനിക്ക് തരരുത്. പാസ്റ്റർ, റെവറൻഡ്, റൈറ്റ് റെവറൻഡ്, ഡോക്ടർ, all low down titles. അതൊക്കെ വളരെ താഴെയുള്ള brother. എന്നെ ഒരു സഹോദരൻ എന്ന് വിളിക്കുക. Because when you call me brother, you're calling me brother of Jesus Christ. എന്നെ നിങ്ങൾ സഹോദരൻ എന്ന് വിളിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ സഹോദരൻ എന്നാണ് എന്നെ വിളിക്കുന്നത്. I don't like anybody calling me any other title. മറ്റെന്തെങ്കിലും ഒരു പട്ടം ചേർത്ത് എന്നെ വിളിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. This is the highest title you can get. Tell me which title is better than brother of Jesus Christ. യേശുക്രിസ്തുവിന്റെ സഹോദരൻ എന്നതിനേക്കാട്ടിലും വലിയ ഒരു പദവി മറ്റെന്താണുള്ളത്? But because I am his brother, my father will do everything for me that he did for Jesus. ഞാൻ യേശുക്രിസ്തുവിന്റെ സഹോദരനായതുകൊണ്ട് എൻ്റെ പിതാവ് യേശുക്രിസ്തുവിന് ചെയ്തതെല്ലാം എനിക്കും അവൻ ചെയ്യും. I have 4 sons. I did everything for my youngest son that I did for my oldest son. എൻ്റെ ഏറ്റവും മൂത്ത മകന് ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെ എൻ്റെ ഏറ്റവും ഇളയ മകനും ഞാൻ ചെയ്തു. And God is a better father than me. എന്നെക്കാട്ടിലും മെച്ചമായ ഒരു പിതാവാണ്. Everything he did for Jesus, he will do for me. യേശുക്രിസ്തുവിന് അവൻ ചെയ്തതെല്ലാം എനിക്കും. If he kept Jesus under grace all his life, he will keep me also under grace. യേശുക്രിസ്തുവിനെ അവന്റെ ജീവിതകാലം മുഴുവൻ കൃപയുടെ കുടക്കീഴിൽ സൂക്ഷിച്ചുവെങ്കിൽ എന്നെയും കൃപയുടെ കുടക്കീഴിൽ സൂക്ഷിക്കുവാൻ അവന് കഴിയും. If he protected Jesus from Herod's soldiers, he will protect me also from my enemies. ഹെരോദിന്റെ പടയാളികളുടെ കയ്യിൽ നിന്നും യേശുക്രിസ്തുവിനെ അവൻ സൂക്ഷിച്ചുവെങ്കിൽ എന്നെയും ഈ ലോകത്തിന്റെ ആളുകളുടെ കയ്യിൽ നിന്നും എന്നെ സൂക്ഷിക്കുവാൻ കർത്താവിന് കഴിയും. If he protected Jesus from being drowned in the sea with a storm, he will protect me also. കടലിൽ കാറ്റിന്റെയും കോളിന്റെയും മധ്യത്തിൽ മുങ്ങിപ്പോകാതെ യേശുക്രിസ്തുവിനെ ദൈവത്തിന് സൂക്ഷിക്കുവാൻ കഴിയുമെങ്കിൽ എന്നെയും ഈ ലോകത്തിന്റെ ഒഴുക്കിൽ സൂക്ഷിക്കുവാൻ അവന് കഴിയും. When the time comes for Jesus to be killed, God allows that. യേശുക്രിസ്തുവിനെ കൊല്ലുവാനുള്ള സമയം വരുമ്പോൾ ദൈവം അത് അനുവദിക്കും. And when the time comes for me to die, God will allow that also. എനിക്കും മരണത്തിന്റെ സമയം വരുമ്പോൾ ദൈവം അത് അനുവദിക്കും. So
It's a wonderful thing to know that I am a younger brother of Jesus Christ. ഞാൻ യേശുക്രിസ്തുവിന്റെ ഒരു ഇളയ സഹോദരനാണ് എന്ന് മനസ്സിലാക്കുന്നത് അത്ഭുതകരമായ ഒരു കാര്യമാണ്. This is what we teach in CFC. ഇതാണ് നാം CFCയിൽ പഠിപ്പിക്കുന്നത്. That we can follow Jesus in temptation. പരീക്ഷയുടെ മധ്യത്തിൽ നമുക്ക് യേശുവിനെ പിൻപറ്റുവാൻ overcome. അങ്ങനെ നമുക്ക് ജയിക്കുവാൻ കഴിയും. And return in the power of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ നമുക്ക് മടങ്ങി വരുവാൻ കഴിയും. Not just be filled with the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ നിറവ് മാത്രമല്ല, but live in the power of the Holy Spirit in our life. നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ ജീവിക്കുവാൻ കഴിയും. In addition, he also, like I said earlier, gives us the gifts of the Spirit to serve one another. അത് മാത്രമല്ല, മറ്റുള്ളവരെ സേവിക്കുവാനായിട്ട് പരിശുദ്ധാത്മാവിന്റെ വരങ്ങളെയും അതിനോട് ചേർത്ത് അവൻ നൽകുന്നു. Especially the gift of prophecy. പ്രത്യേകിച്ച് പ്രവചനവരം. Prophecy means to speak to people exactly according to their need. അവരുടെ ആവശ്യത്തിന് അനുസരണമായി ആളുകളോട് സംസാരിക്കുന്നതിനെയാണ് പ്രവചനം എന്ന് പറയുന്നത്. I always pray for that gift when I get up to speak. ഞാൻ എഴുന്നേറ്റ് പ്രസംഗിക്കുവാനായിട്ട് തുടങ്ങുമ്പോൾ ആ ഒരു വരത്തിന് വേണ്ടി ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. And even if somebody comes to see me in my house for a few minutes, എൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ എൻ്റെ അടുത്തേക്ക് ചില മിനിറ്റുകൾ സംസാരിക്കാനായിട്ട് ആരെങ്കിലും വരുമ്പോൾ, I say, Lord, I don't know his need. കർത്താവേ, ആ വ്യക്തിയുടെ ആവശ്യം എന്താണെന്ന് എനിക്ക് അറിയില്ല. Give me the gift of prophecy for 1 minute. കർത്താവേ, ഒരു മിനിറ്റിലേക്ക് പ്രവചന വരം എനിക്ക് നൽകണമേ. To give him exactly what he needs. അവൻ ആവശ്യമുള്ള ആ ഉത്തരം കൊടുക്കുവാൻ എന്നെ സഹായിക്കണമേ. Why don't all of you pray that prayer? ആ പ്രാർത്ഥന നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കാത്തത് എന്താണ്? Lord, give me the gift of prophecy. ദൈവമേ, പ്രവചന വരം എനിക്ക് നൽകണമേ. But before you do that, നിങ്ങൾ അത് ചെയ്യുന്നതിന് മുമ്പ് something else you have to do. നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു കാര്യമുണ്ട്. 1 Corinthians 14. 1 കൊരിന്ത്യർ 14 അധ്യായം. Read it. നിങ്ങൾ അത് വായിക്കുക. Before you earnestly desire to prophesy, what should you do? പ്രവചന വരം നിങ്ങൾ വിശേഷാൽ വാഞ്ചിക്കുന്നതിന് മുമ്പ് എന്താണ് ചെയ്യേണ്ടത്? എന്താണ് ചെയ്യേണ്ടത്? What is written there? അവിടെ എന്താണ് എഴുതിയിരിക്കുന്നത്? Pursue after love. സ്നേഹം ആചരിക്കുവാൻ ഉത്സാഹിക്കുക. Lord, this needy person has come to me. Give me a love for him. കർത്താവേ, ആവശ്യത്തിലിരിക്കുന്ന ഈ വ്യക്തി എൻ്റെ അടുക്കലേക്ക് വന്നിരിക്കുന്നു. കർത്താവേ, അവനോട് എനിക്ക് സ്നേഹം നൽകണം. It's when you love him that God will give you the gift of prophecy. അവനോട് സ്നേഹം നിങ്ങൾക്കുണ്ടാകുമ്പോഴാണ് നിങ്ങൾക്ക് പ്രവചന വരം നിങ്ങൾക്ക് ലഭിക്കുക. That's what the Lord told me in relation to ministry in the church also. സഭയിലുള്ള ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് ദൈവം എന്നോട് സംസാരിച്ചത് അതാണ്. If your heart is filled with my word, നിന്റെ ഹൃദയം എൻ്റെ വചനത്താൽ നിറയപ്പെടുകയും, and if your heart is filled with love for my people, എൻ്റെ ജനത്തോടുള്ള സ്നേഹം നിന്റെ ഹൃദയത്തിൽ നിറഞ്ഞിരിക്കുകയും I will always give you a word for them. എപ്പോഴും നിനക്ക് ഒരു വചനം, ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു വചനം ഞാൻ നൽകും. I have experienced that for many years. അനേക വർഷങ്ങളായി ഞാൻ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. I say, Lord, whenever I stand before people, I want to sit before people, I want to love them. കർത്താവേ, ഞാൻ ആളുകളുടെ മുമ്പിൽ നിൽക്കുകയോ ഇരിക്കുകയോ ചെയ്യുമ്പോൾ അവരെ സ്നേഹിക്കുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നു. I don't want to hit them on the head with a hammer. കർത്താവേ, ഒരു ചുറ്റികയുമായി അവരുടെ തലയിൽ അടിക്കുവാനല്ല ഞാൻ താല്പര്യം. I love them because many of them are needy people. കർത്താവേ, അവർ അനേകരും ആവശ്യത്തിലും ഭാരത്തിലും ഇരിക്കുന്നവരാണ്. അവരെ ഞാൻ സ്നേഹിക്കുന്നു. They should be kings but they are slaves. കർത്താവേ, രാജാക്കന്മാരായി ഇരിക്കേണ്ട അവരിൽ പലരും ഇപ്പോൾ കർത്താവേ ദാസന്മാരായി ഇരിക്കുന്നു. They should be conquering but they are bound. കർത്താവേ, ജയാളികളായിരിക്കേണ്ടവർ പലരും ഇന്ന് കെട്ടപ്പെട്ടിരിക്കുന്നു. Give me the gift of prophecy that will set them free. കർത്താവേ, അവരെ സ്വതന്ത്രരാക്കുന്ന പ്രവചനത്തിന്റെ ആത്മാവ് എനിക്ക് നൽകണമേ. You can pray that prayer. ആ പ്രാർത്ഥന നിങ്ങൾക്കും പ്രാർത്ഥിക്കാം. Even when somebody comes to visit you in your house. നിങ്ങളുടെ വീട്ടിൽ ഒരു വ്യക്തി നിങ്ങളെ കാണുവാൻ വരുമ്പോൾ, or you visit somebody in their house. അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ നിങ്ങൾ ഒരു വ്യക്തിയെ കാണുവാൻ പോകുമ്പോൾ, Lord, give me one sentence that will set them free. കർത്താവേ, അവരെ സ്വതന്ത്രരാക്കുന്ന ഒരു വാക്ക് നീ എനിക്ക് നൽകണമേ. God will give you the words that will deliver them and set them free. അവരെ വിടുവിക്കുന്ന സ്വതന്ത്രരാക്കുന്ന വചനങ്ങൾ ദൈവം നിങ്ങൾക്ക് നൽകും. Let's do that in the days to come. വരുന്ന ദിവസങ്ങളിൽ നമുക്ക് അത് ചെയ്യാം. What he did for Jesus, he will do for you. യേശുക്രിസ്തുവിന് അവൻ ചെയ്തത് നിങ്ങൾക്കും അവൻ ചെയ്യും. You know, for example, how he liberated one poor woman caught in adultery. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു പാവപ്പെട്ട സ്ത്രീയെ അവൻ എങ്ങനെയാണ് വിടുവിച്ചത് എന്ന് നിങ്ങൾക്കറിയില്ലേ? Pharisees came with stones to stone that woman. John chapter 8. യോഹന്നാൻ 8-ാം അധ്യായത്തിൽ കല്ലുമായിട്ട് അവളെ എറിഞ്ഞ് കൊല്ലുവാനായിട്ട് വന്ന പരീശന്മാർ. Jesus did not give an immediate answer there. യേശുക്രിസ്തു ഉടനടി ഒരു ഉത്തരം അവർക്ക് നൽകിയില്ല. He was just scribbling on the ground. അവൻ നിലത്ത് കുനിഞ്ഞ് എഴുതിക്കൊണ്ടിരുന്നു. Father, give me a word. പിതാവേ, എനിക്ക് ഒരു വചനം നൽകണമേ. And he got a word. അവനൊരു വചനം ലഭിച്ചു. Tell them, whoever is without sin, to throw the first stone.
നിങ്ങളിൽ പാപമില്ലാത്തവൻ അവളെ ഒന്നാമത് കല്ലെറിയട്ടെ എന്ന് അവരോട് That is a പറയുക. word of prophecy. പ്രവചനത്തിന്റെ ഒരു വാക്യമാണത്, ഒറ്റ വാക്യം. He who is without sin, throw the first stone. നിങ്ങളിൽ പാപമില്ലാത്തവൻ അവളെ ഒന്നാമത് കല്ലെറിയട്ടെ. No big lecture or sermon on you must be kind or gracious or anything. നിങ്ങൾ കരുണയുള്ളവരായിരിക്കണം, കൃപാലുക്കളായിരിക്കണം എന്ന് വലിയ ഒരു പ്രസംഗമോ ലെക്ചറോ ഒന്നും അവിടെയില്ല, ഒറ്റ വാക്യം. And it says from the eldest down to the youngest they all left. അവിടെ വായിക്കുന്നത് ഈ ഒറ്റ വാക്യം കേട്ടപ്പോൾ അവിടെ പ്രായമുള്ളവർ തുടങ്ങി ചെറുപ്പക്കാർ മുതൽ ഓരോരുത്തരായിട്ട് അവിടെ നിന്ന് വിട്ടു പോകുവാനായിട്ട് തുടങ്ങി. Why do you think they all left? എന്തുകൊണ്ടാണ് അവരൊക്കെ പോയത്? If one person had stood there, അവിടെ ആരെങ്കിലും ഒരു വ്യക്തി അവിടെ നിന്നിരുന്നെങ്കിൽ, he knew that Jesus would expose all his private sins. അവന്റെ ജീവിതത്തിലെ എല്ലാ രഹസ്യ പാപങ്ങളെയും യേശുക്രിസ്തു പുറത്തു കൊണ്ടുവരുമെന്ന് അവനറിയാമായിരുന്നു. This man knows too much, he will expose my private sins. I better go away. കുറെ കൂടുതൽ കാര്യങ്ങൾ അറിയാം, എന്റെ രഹസ്യ പാപങ്ങളൊക്കെ അവൻ പുറത്തു കൊണ്ടുവരും. എല്ലാവരും അവിടെ നിന്ന് മാറിപ്പോയി. With one word of prophecy he set that woman free. പ്രവചനാത്മാവിലുള്ള ഒറ്റ വാക്യം മൂലം അവൻ ഈ സ്ത്രീയെ സ്വതന്ത്രയാക്കി. This father is our father also. ഈ പിതാവ് നമ്മുടെയും പിതാവാണ്. He can use you and me to set people free. മറ്റ് വ്യക്തികളെ സ്വതന്ത്രരാക്കുവാനായിട്ട് ഉപയോഗിക്കുവാൻ, നിന്നെയും എന്നെയും ഉപയോഗിക്കുവാൻ ദൈവത്തിന് കഴിയും. So seek to follow Jesus in temptation. പരീക്ഷാ സമയങ്ങളിൽ യേശുക്രിസ്തുവിനെ നിങ്ങൾ അനുഗമിക്കുക. I want to overcome like you overcame. കർത്താവേ, അങ്ങ് ജയിച്ചതുപോലെ എനിക്കും ജയിക്കണം. I never want to sin. ഒരിക്കൽ പോലും പാപം ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. In any area. ബോധപൂർവം ഒരു മേഖലയിലും ഞാൻ പാപം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നില്ല. One by one I want to bring the giants of Canaan down in my life. കനാനിലെ മല്ലന്മാരെ ഓരോന്നായി താഴെ കൊണ്ടുവരുവാൻ, നശിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. And give me words to bless everybody I meet. കർത്താവേ, ഞാൻ കണ്ടുമുട്ടുന്ന എല്ലാവരെയും അനുഗ്രഹിക്കുവാനുള്ള ദൈവവചനത്തെ എനിക്ക് അങ്ങ് നൽകണമേ. Okay, I'll give you a last promise and close. അവസാനമായിട്ട് ഒരു വാഗ്ദത്തം നിങ്ങൾക്ക് നൽകി ഞാൻ ഈ Galatians chapter 3. ഗലാത്യലേഖനം 3-ാം അധ്യായം. Galatians chapter 3. ഗലാത്യലേഖനം 3-ാം അധ്യായം. Two things to see here. ഇവിടെ രണ്ട് കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. 1 verse 13. 13-ാം വാക്യം. 1, Christ became a curse for us. ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. So there is no more curse for me. അതുകൊണ്ട് എനിക്ക് ഇനിമേൽ ശാപം ഇല്ല. Don't let anybody fool you that any curse can come upon you. നിങ്ങളുടെ മേൽ എന്തെങ്കിലും ശാപം വരും എന്ന് പറഞ്ഞ് ആരും നിങ്ങളെ വഞ്ചിക്കുവാൻ അനുവദിക്കരുത്. Now there is a foolish thing they say, some generational curse can come. ഇപ്പോൾ ആളുകൾ വളരെ പോഷത്വപരമായിട്ടുള്ള ഒരു കാര്യം പറയുന്നത് നിങ്ങൾക്ക് പാരമ്പര്യമായിട്ട് ശാപം വരുമെന്നാണ്. Impossible. ഒരിക്കലുമില്ല. Because once upon a time I was in a tree called Adam. ഒരു സമയത്ത് ഞാൻ ആദാം എന്ന് പറയുന്ന ഒരു വൃക്ഷത്തിലായിരുന്നു. I had my ancestors and all the curse down there. അവിടെ എൻ്റെ പിതാമഹന്മാർ എല്ലാം ശപിക്കപ്പെട്ട അവസ്ഥ. But one day the Holy Spirit cut me off from there. എന്നാൽ പരിശുദ്ധാത്മാവ് ഒരു സമയത്ത് ആ മരത്തിൽ നിന്നും എന്നെ വെട്ടി മാറ്റി. Put me into another tree called Jesus Christ. യേശുക്രിസ്തു എന്ന മറ്റൊരു വൃക്ഷത്തിൽ എന്നെ ചേർത്തു. What is my generational curse here? ഇവിടെ എനിക്ക് എന്ത് പാരമ്പര്യ ശാപമാണുള്ളത്? I don't have any of those ancestors now. ഇപ്പോൾ എനിക്ക് ആ പിതാമഹന്മാരൊന്നുമില്ല. I am in another tree. ഞാനിപ്പോൾ മറ്റൊരു വൃക്ഷത്തിലാണ്. There is no curse for me. എനിക്കിപ്പോൾ ശാപമില്ല. There is no curse for you. നിങ്ങൾക്ക് ശാപമില്ല. But there's something else. എന്നാൽ മറ്റു ഒരു കാര്യം നിങ്ങൾക്കുണ്ട്. The blessing of Abraham, verse 14, can come upon us through the promise of the Holy Spirit. അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ നിങ്ങൾക്ക് വരും. You know what the blessing of Abraham was? എബ്രഹാമിന്റെ അനുഗ്രഹം എന്താണ് എന്ന് നിങ്ങൾക്കറിയാമോ? Genesis chapter 12. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം. It's a tremendous blessing. വളരെ അനുഗ്രഹം, വളരെ ശക്തമായ ഒരു അനുഗ്രഹമാണത്. Verse 2, I will bless you. 2-ാം വാക്യം, ഞാൻ നിന്നെ അനുഗ്രഹിക്കും. And you will be a blessing. നീ ഒരു അനുഗ്രഹമായിരിക്കും. Two things. രണ്ട് കാര്യങ്ങൾ. I will bless you. നിന്നെ അനുഗ്രഹിച്ച് and you will be a blessing. നീ അനുഗ്രഹമായിരിക്കും. And verse 3, 3-ാം വാക്യം, last part, അവസാന ഭാഗം, all the families of the earth will be blessed. ഭൂമിയിലെ സകല വംശങ്ങളും നിന്നിൽ അനുഗ്രഹിക്കപ്പെടും. This is the blessing of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹം ഇതാണ്. I will bless you. ഞാൻ നിന്നെ അനുഗ്രഹിക്കും. This is God saying. ദൈവം പറയുന്നതാണ്. I will put my blessing upon you. നിന്റെ മേൽ എൻ്റെ അനുഗ്രഹം ഞാൻ പകരും. And I will make you a blessing to every family
you meet on this earth. ഈ ഭൂമിയിൽ നീ കണ്ടുമുട്ടുന്ന എല്ലാ കുടുംബങ്ങൾക്കും ഒരു അനുഗ്രഹമാക്കി ഞാൻ നിന്നെ മാറ്റും. I say, Lord, I claim this as my inheritance through the Holy Spirit. പരിശുദ്ധാത്മാവിനാൽ ഇത് എൻ്റെ ഒരു വാഗ്ദത്തമായി ഞാൻ അത് ഏറ്റെടുക്കുന്നു എന്ന് നിങ്ങൾ You പറയും. will bless me. അങ്ങനെ അനുഗ്രഹിക്കും. And every family I meet will be blessed through me. ഞാൻ കണ്ടുമുട്ടുന്ന ഓരോ കുടുംബവും എന്നിലൂടെ അനുഗ്രഹിക്കപ്പെടും. Why is it not happening in your life? നിങ്ങളുടെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് അത് സംഭവിക്കാത്തത്? You don't claim it. നിങ്ങളത് വാഗ്ദത്തം നിങ്ങൾ അത് ഏറ്റെടുക്കുന്നില്ല. This is a check in your name. നിങ്ങളുടെ നാമത്തിൽ പേരിൽ തന്നിരിക്കുന്ന ഒരു ചെക്കാണ്. Go to the bank and take it. It is for you. നിങ്ങൾക്ക് വേണ്ടിയുള്ള ഈ ചെക്ക് ബാങ്കിൽ കൊടുത്ത് I will bless you. ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. And I will bless every family through you. നിന്നിലൂടെ എല്ലാ കുടുംബങ്ങളെയും ഞാൻ അനുഗ്രഹിക്കും. As you were a curse in the past, you will be a blessing in the future. കഴിഞ്ഞ കാലങ്ങളിൽ നീ ഒരു ശാപമായിരുന്നതുപോലെ ഭാവിയിൽ നീ ഒരു അനുഗ്രഹമായി മാറും. What a wonderful life all of you can live in the days to come. വരുന്ന ദിവസങ്ങളിൽ എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതമാണ് നിങ്ങൾക്കൊക്കെ This is the only way I want to live. ഈ ഒരു രീതിയിൽ മാത്രമാണ് From now till Jesus comes, this is the way I want to live. ഇന്നു മുതൽ യേശുക്രിസ്തു വരുന്നതുവരെ ഈ പ്രകാരം ജീവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Every day blessed by God. ഓരോ നാളും ദൈവത്താൽ And a അനുഗ്രഹിക്കപ്പെട്ട blessing to everybody I meet. ഞാൻ കണ്ടുമുട്ടുന്ന എല്ലാവർക്കും ഒരു അനുഗ്രഹമായി. Imagine if all of us become like that. നാം എല്ലാവരും അപ്രകാരം അങ്ങനെയുള്ളവരാണെങ്കിൽ What will happen to our surroundings in Kerala? കേരളത്തിലുള്ള ചുറ്റുപാടിൽ എന്താണ് സംഭവിക്കാൻ That പോകുന്നത്? even those who curse us, we are going to bless them. നമ്മെ ശപിക്കുന്നവരെ പോലും നാം അനുഗ്രഹിക്കാൻ പോവുകയാണ്. We can bless people who call us all types of bad names. നമ്മെ എല്ലാ തരത്തിലുള്ള ദുഷിച്ച പേരും വിളിക്കുന്ന ആളുകളെ നമുക്ക് അനുഗ്രഹിക്കാം. Call us Beelzebub. അവർ നമ്മെ ബേൽസബൂൽ എന്ന് വിളിച്ചേക്കാം. Or cult like Jehovah's Witness. യഹോവ വിറ്റ്നസ് എന്ന കൾട്ടായിട്ട് നമ്മെ വിളിച്ചേക്കാം. Call us what you like. അവർക്ക് വേണ്ട എന്ത് പേരും നമ്മെ വിളിക്കാം. We will bless you. ഞങ്ങൾ അവരെ അനുഗ്രഹിക്കും. Because God has called us to be a blessing to everybody. എല്ലാവർക്കും ഒരു അനുഗ്രഹമായി മാറുവാനായിട്ടാണ് ദൈവം നമ്മെ വിളിച്ചത്. Let's pray. നമുക്ക് പ്രാർത്ഥിക്കാം. Heavenly Father, സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, I pray that everybody here will have the faith to claim this blessing for themselves. കർത്താവേ, അവർക്ക് വേണ്ടി ഈ വാഗ്ദത്തം ഏറ്റെടുക്കുവാനുള്ള വിശ്വാസം ഓരോരുത്തർക്കും അങ്ങ് നൽകണമേ. To be serious Christians and not half-hearted Christians. കർത്താവേ, അർത്ഥഹൃദയമുള്ള ക്രിസ്ത്യാനികളല്ലാതെ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങേ പിൻപറ്റുവാൻ എല്ലാവരെയും അങ്ങ് സഹായിക്കണം. We pray in Jesus' name. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Amen. ആമേൻ. I thank God for the brotherhood and the prophetic ministry God has given to His